ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമാണോ? നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. ഇത്തിരി മുന്നോട്ടൊക്കെ ഇരുന്നു, ഇങ്ങോട്ടൊക്കെ നീങ്ങിയിരുന്നു. കുറച്ചുകൂടെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് മുന്നോട്ടിരുന്നു. അപ്പോൾ ഇത്തിരി പാക്ഡാണ്, അറിയാം. എന്നാലും നിങ്ങൾ വലിയ താല്പര്യത്തോടെ സന്തോഷത്തോടെ കുറച്ച് ഇതാണ്ട് മോൾ അധികം ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയിരുന്ന് കുറച്ച് ഇങ്ങോട്ട് കൊച്ചിനെ കൂട്ടി ഇരുത്ത്. സ്ഥലം കിട്ടിയോ? ഓക്കെ, ഇരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് കയറിയിരുന്നേ. വേണ്ടോ? ഞാൻ അടുത്ത പ്രാവശ്യം ഇരിക്കുമ്പോൾ മോള് നേരത്തെ ഇരുന്നോണം കേട്ടോ, അല്ലെങ്കിൽ അധികം വരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്തിരി ഒന്ന് കുറച്ചുകൂടെ മുന്നോട്ടൊന്ന് കുറച്ചുകൂടെ ആ ബാഗൊക്കെ ഇരിക്കുന്ന ഒതുക്കി വെച്ചിട്ട് അപ്പോൾ ഒരു 2 പേരെ കൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ച് മുന്നോട്ടിരുന്നേ. ക്യാമറയാണോ? ആണോ? ഇവിടെ ഇരിക്കില്ലെന്ന് പറഞ്ഞോ? കുഴപ്പമില്ല, ആ ചേച്ചി മറയത്തൊന്നുമില്ല. ഈ ക്യാമറ ഇച്ചിരി പൊക്കി വെക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ഈ തല മാത്രം കിട്ടിയാൽ മതി, ഇത്രയും കിട്ടിയാൽ മതി. ഈ ഭാഗം ഒന്നും കിട്ടാതിരിക്കാനല്ലേ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നിങ്ങളിൽ അനേകം പേരുടെ വിഷമം, അനേക ഭൗതിക കാര്യങ്ങളിലുള്ള വിഷമമൊക്കെ കർത്താവ് ശക്തമായ അവിടുത്തെ കരം നീട്ടി ഏറ്റെടുക്കുകയും സഹായിക്കുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില വചനങ്ങളിലൂടെ ഇന്ന് കടന്നു പോവുകയാണ്. ദൈവം അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങളെല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വചനം തരികയാണ്. അത് പല വിധത്തിൽ പ്രയാസമനുഭവിക്കുന്ന മക്കൾ ജീവിതത്തിൽ വളരാനും ഉയരാനും അനുഗ്രഹിക്കപ്പെടാനും ഈ വചനം സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ എല്ലാം രക്ഷയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അയ്യോ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വിഷമിക്കുന്ന ആളുകൾ, അവരുടെ ആ ഒരു പ്രയാസം എനിക്കറിയാതെ. അപ്പോൾ അതുകൊണ്ട് രക്ഷ അറിഞ്ഞാൽ മതി, എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുക്കുകയും ക്രമീകരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ 1-2 വചനങ്ങൾ പറയുകയാണ്. അത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ഈ വചനങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം ഈ വചനങ്ങളിൽ അസാധാരണമായ ഒരു ദൈവശക്തിയുണ്ട്. അപ്പോൾ അത് ആ വചനത്തിൽ എന്ത് പറയുന്നോ അത് അതുപോലെ സംഭവിക്കും. ഹല്ലേലൂയ. എന്നൊക്കെ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ഞാൻ പറഞ്ഞു തരുന്ന വചനങ്ങളെ നിങ്ങൾ മറക്കരുത്, അതെല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഞാൻ ഈ വചനങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്ത് ഈ വചനം എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ ആ സാക്ഷ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. വചനം ഇതാണ്: 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനം. ഇത് കാണാതെ പഠിക്കണം, ഇപ്പം തന്നെ പഠിക്കണം. 4 കാര്യങ്ങളുണ്ട് അതിനകത്ത്, ഇപ്പം തന്നെ പഠിക്കണം. ഓക്കെ? അപ്പോൾ അതെന്താണ്? യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. വായിക്കാം. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഓക്കെ. അപ്പോൾ ഇനി ഈ അകത്തുള്ളവർ ഒന്നും മിണ്ടാതിരുന്നിട്ട് പുറത്ത് കുറച്ച് സഹോദരങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവരൊന്ന് പറയാവോ? അവരൊന്ന് വായിക്കാവോ? അവർ മാത്രം. പുറത്താളുകളില്ലേ? ദൂരെയാണോ? പുറത്തുള്ള ആളുകളൊന്ന് വായിക്കാവോ? യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഇനി അകത്തുള്ളവരും ചേർന്ന് വായിച്ച്. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. അടുത്ത വാക്യം: ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇത്തിരി സെൻസിറ്റീവായ ചോദ്യമാണ്, എന്നാലും ഉത്തരം പറയണം. ഈ വേദനയോടെ പ്രസവിച്ചിട്ടുള്ള അമ്മമാരൊന്ന് കൈവക്കിക്കേ. ചേട്ടന്മാർ കൈവക്കരുത്. ഞാൻ ചേച്ചിമാരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. പണ്ട് ഈ നായ്ക്കമ്പറമ്പലച്ചൻ യൂട്രസ് രോഗിയെ ഒരാളെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ എഴുന്നേറ്റ് നിന്നാണ് പറഞ്ഞത്.
കേൾക്കാഞ്ഞാ പുള്ളിക്ക് യൂട്രസിന് മാത്രമല്ല ചെവിക്കും കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ എന്താന്ന് അത് ചേട്ടന്മാർ കൈവക്കരുത്, മനസ്സിലായി, ചേട്ടന്മാർ കൈവക്കരുത്. വേദനയോടെ പ്രസവിച്ചവരെന്ന് കൈവക്കിക്കേ നോക്കട്ടെ, ഒന്ന് കൈവീശിക്കേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ യാബസ് എന്നാണോ പേരിട്ടെ? അല്ലല്ലോ. പിന്നെന്തിനാണ് ഈ അമ്മച്ചി ഞാൻ വേദനയോടെ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് മകന് അമ്മച്ചി പേരിട്ടു? എന്താ പേരിട്ടത്? യാബസ്. യാബസ് എന്ന വാക്കിൻ്റെ അർത്ഥം വേദന തിന്നുന്നവൻ എന്നാണ്. എന്താണ്? വേദന തിന്നുന്നവൻ. അപ്പോൾ ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അമ്മ അവന് യാബസ് എന്ന് പേരിട്ടു. അപ്പം ഇത് പ്രസവ വേദനയാവില്ല, പ്രസവ വേദനയാവില്ല. കാരണം അന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാ സ്ത്രീകളും വേദനിച്ച് തന്നെയാണ് പ്രസവിക്കുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ടല്ല, മറിച്ച് അമ്മ അവന് യാബസ് എന്ന് പേരിട്ടതിൻ്റെ കാരണം വളരെ വേദന നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് അമ്മ അവനെ ഗർഭം ധരിച്ചത്. അവനെ ചുമന്നുകൊണ്ട് നടന്ന നാളുകളിൽ അമ്മ പ്രയാസങ്ങളിലൂടെ ഒത്തിരി കടന്നുപോയി. അത് ദാരിദ്ര്യമാണോ, രോഗമാണോ, കടബാധ്യതയാണോ, ഇനി ഏതെങ്കിലും തരത്തിലുള്ള അപമാനങ്ങളാണോ, വീട്ടിലെ വഴക്കുകളാണോ എന്നൊന്നും അറിയാൻ പാടില്ല. തിരുവചനത്തിലൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ അമ്മ ഏതോ വേദനാജനകമായ നിരവധി സങ്കീർണങ്ങളും സങ്കടകരവുമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഈ കൊച്ചിനെ ചുമന്നുകൊണ്ട് നടന്ന ആ കാലത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പേരിട്ടു. എന്താണ് പേര്? യാബസ്. പണ്ടങ്ങനെ ആയിരുന്നു, ആളും പേരും തമ്മിൽ നല്ല ബന്ധമാണ്. ദാനിയേൽ എന്ന പേരിൻ്റെ അർത്ഥം അറിയാവോ? അവൻ ബുദ്ധിയോടെ വിധിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഓക്കെ, അവൻ ജ്ഞാനത്തോടെ വിധിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഫേവർ എന്നാണ്. മത്തായി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദാനമെന്നാണ്. യേശു എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പേരും ആളും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു അല്ലേ? ഇന്നങ്ങനെ ബന്ധം ഉണ്ടാവണമെന്നില്ല. ഒരു കരുണയില്ലാത്തവനെ കരുണാകരൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലേ? പങ്കജാക്ഷി, പങ്കജം സമം താമര, അക്ഷി സമം കണ്ണ്, താമരയുടെ കണ്ണുള്ളവൾ. ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് കാണുന്ന ചേച്ചിക്കിട്ട പേരാണ് പങ്കജാക്ഷി. അപ്പോൾ ഇന്ന് അങ്ങനെ ആളും പേരും തമ്മിൽ ബന്ധമില്ല. എന്നാൽ അന്നങ്ങനെ ആയിരുന്നില്ല. അതായത് ഒരു കൊച്ചിന് പേരിടുമ്പോൾ ആ കൊച്ചിൻ്റെ അല്ലേ, ഇസഹാക്ക്. എന്തുകൊണ്ടാണ് ഇസഹാക്ക് എന്ന് പേരിട്ടത്? ആ ഇസഹാക്ക് എന്ന് പേരിട്ടതിൻ്റെ കാരണം, അതായത് ഈ സാറായിക്ക് ഇങ്ങനെ അടുത്ത വസന്തത്തിൽ ഞങ്ങളിവിടെ വരുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അവിശ്വസനീയമായിട്ട് നിന്നെങ്കിലും സാറ അകത്തായിരുന്നുകൊണ്ട് അമ്മച്ചി ഇങ്ങനെ കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ടത്. കേട്ടിട്ട് അകത്തിരുന്ന് അമ്മച്ചി ചിരിച്ചു. ചിരിച്ചപ്പോൾ ചിരി ഇച്ചിരി ഒച്ചത്തിലായിപ്പോയി. അപ്പോൾ വെളിയിരുന്നവരത് കേട്ടു, ദൈവദൂതന്മാരത് കേട്ടു. അബ്രഹാമിന് തന്നെ ചിരി വന്നു. എന്നാൽ അബ്രഹാം ആളുകൾ നിൽക്കുന്നുണ്ട്, അബ്രഹാം ചിരിച്ചില്ല. എന്നാൽ അമ്മച്ചി അകത്തിരുന്ന് അമ്മച്ചിയുടെ വയസ്സന്ന് 90, അബ്രഹാമിൻ്റെ വയസ്സ് 100. അപ്പോൾ 100 വയസ്സും 90 വയസ്സുമാണ് യങ് കപ്പിൾസിൻ്റെ പ്രായം. അപ്പോഴാണ് ഈ ദൂതം വന്നിട്ട് പറയുന്നത്, അടുത്ത വസന്തത്തിൽ വരുമ്പോൾ കൊച്ചുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ സാറ അകത്തിരുന്നിട്ട് അങ്ങനെ ചിരിച്ചപ്പോൾ ദൂതൻ ചോദിച്ചു, നീ എന്തിനാ ചിരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ സാറ പറഞ്ഞു, യോ ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. ഹാഗാറിനെ ഓടിച്ചു, നീ ചിരിച്ചൂടി. അപ്പോൾ ദൂതൻ പറഞ്ഞു, കളിപ്പിക്കൊന്നും വേണ്ട, നീ ചിരിച്ചത് കൊണ്ട് നീ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ദൂതൻ ശാസിക്കുന്നൊരു സന്ദർഭമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കുഞ്ഞുണ്ടായപ്പോൾ അബ്രഹാം കുഞ്ഞിന് പേരിട്ടു. അവൻ ചിരിച്ചു എന്നാണ് ഇസഹാക്കിൻ്റെ അർത്ഥം. അവൻ ചിരിച്ചു എന്നാണ്, അവൻ ചിരിച്ചു എന്നതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെ ഈ കുട്ടിയുടെ പേരും കുട്ടിയുടെ ജീവിതവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പുരാതന കാലങ്ങളിൽ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? മത്തുക്കുട്ടിയുടെയും കസ്നീനയുടെയും മകള് മാക്രി. അപ്പോൾ അപ്പൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം അമ്മയുടെ പേരിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പോട്ടെ നമ്മുടെ വിഷയമല്ല, തൂത്തുകളഞ്ഞത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ട് ആളും പേരും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മച്ചി ഇവനെ വേദനയോടെ ചുമന്നുകൊണ്ടിരുന്ന കാലത്ത് അമ്മ ഇവന് പേരിട്ടു. ഇവന് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പേരിട്ടു. ഈ ഇവനെ ചുമന്ന കാലത്തെ വേദനകളുടെ ഓർമ്മയ്ക്കായെന്നോണം അമ്മ പേരിട്ടു. അവൻ്റെ പേരാണ് യാബസ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇവൻ ജനിച്ചു വീണത് കണ്ണുനീര് പെയ്തിറങ്ങുന്ന ഒരു വീട്ടിലേക്കാണ്. കഷ്ടപ്പാടും ദാരിദ്ര്യവും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ഭവനാന്തരീക്ഷത്തിൽ വളർന്നു വരുമ്പോൾ
വേദനകൾ മാത്രമേ ഉള്ളൂ. ബൈബിൾ പറയുകയാണ്, യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഈ രാത്രിയിൽ നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കണം. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. എന്തുകൊണ്ട്? ബാക്കി സഹോദരന്മാരെല്ലാവരും കഷ്ടപ്പാടിലേക്ക് നോക്കി പരിതപിച്ചും സങ്കടങ്ങളിലേക്ക് നോക്കി നിരാശപ്പെട്ടും ദുഃഖങ്ങളുടെ ആധിക്യത്തിൽ മനസ്സ് നൊന്തും ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും കുടുംബത്തെയും മാതാപിതാക്കളെയും ചുറ്റുപാടുകളെയും ഒരുപക്ഷെ ദൈവത്തെയും പഴി പറഞ്ഞും ജീവിതം ഇങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുമ്പോൾ യാബസ്, അടുത്ത വാക്യം എങ്ങനെയാണ്? അവൻ സാഹചര്യങ്ങളെ നോക്കുന്നതിന് പകരം അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തെ നോക്കി, അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാക്കിയിരിക്കുക, യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യൻ. ഹി വാസ് മോർ റെസ്പെക്റ്റബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. ഹി വാസ് മോർ റെസ്പെക്റ്റബിൾ. എന്താണ് അവൻ്റെ ബഹുമാന്യതയുടെ ആധാരമായി ബൈബിൾ പറയുന്നത്? അവൻ എന്ത് ചെയ്തു? അവൻ സാഹചര്യങ്ങളെ നോക്കിയില്ല, അവൻ ദൈവത്തെ നോക്കി. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് വളരെ സ്നേഹിതനോട് എൻ്റെ ഒരു സ്നേഹിതനായ ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും നിന്ദനങ്ങളിലൂടെയും കടന്നുപോയൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ട, അപ്പോൾ വിവരിച്ച് പറയാൻ നേരമില്ലാത്തതുകൊണ്ട് കഷ്ടപ്പാടുകളുടെ വിവരണങ്ങൾ നടത്തുന്നില്ല. ഒത്തിരി കഷ്ടപ്പെട്ട ഒരാളായിരുന്നു. അത്രയും മനസ്സ് നൊന്തും പ്രയാസപ്പെട്ടുമൊക്കെ ജീവിച്ച ആ മനുഷ്യൻ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ എനിക്ക് നിറയെ ദുഃഖമാണെന്ന് പറഞ്ഞു. പുറകോട്ട് നോക്കുമ്പോൾ മുഴുവൻ ദുഃഖം, പുറകിലേക്ക് നോക്കുമ്പോൾ മുഴുവൻ ദുഃഖം. കാരണം അത്രയ്ക്ക് ദുഃഖമാണ്. അതായത് നീ വന്നില്ലെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഞാൻ നടത്തത്തില്ല എന്ന് പറഞ്ഞിരുന്ന ആൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ കല്യാണത്തിന് നീ വരരുത്, നീ വന്നാൽ ഒരു ഇൻസൾട്ടാവുമെന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പുറകോട്ട് നോക്കിയാൽ ഇങ്ങനെ റിഗ്രറ്റാണ്, ദുഃഖം. ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ചിട്ടുമില്ല. മുന്നോട്ട് നോക്കുമ്പോൾ ആകുലതയാണെന്നും പറഞ്ഞു. എന്നോട് പറഞ്ഞാണ്, പുറകിലേക്ക് നോക്കുമ്പോൾ ദുഃഖം, മുന്നിലേക്ക് നോക്കുമ്പോൾ ആകുലത. ഇനി ഇടത്തോട്ട് നോക്കുമ്പോഴും വലത്തോട്ട് നോക്കുമ്പോഴും സഹായിക്കുമെന്നും കൂടെ ഉണ്ടാകുമെന്നും വിചാരിച്ചവരൊന്നും ഈ നിർണായക സന്ദർഭങ്ങളിൽ കൂടെ ഇല്ലാതാനും. അപ്പോൾ ഇടത്തോട്ട് നോക്കുമ്പോൾ ബൈബിൾ പറയുന്ന പോലെ ഇടത്തോട്ട് നോക്കി ആരുമില്ല, വലത്തോട്ട് നോക്കി ആരെയും ഞാൻ കണ്ടില്ല. പുറകിലേക്ക് നോക്കിയാൽ തീരാ വേദന, മുന്നിലേക്ക് നോക്കിയാൽ തീരാത്ത ആകുലത. ഇടത്തോട്ടും വലത്തോട്ടും നോക്കുമ്പോൾ ഇങ്ങനെ കൈ മലർത്തി കാണിക്കുന്ന നിസ്സഹായതയോടെ നിൽക്കുന്ന ആളുകൾ. അതുകൊണ്ട് ആ മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതുകൊണ്ട് ഇപ്പം എൻ്റെ ജീവിതം മുകളിലോട്ട് നോക്കി മാത്രമാണെന്ന് പറഞ്ഞു. മുകളിലേക്ക് നോക്കി, പുറകിലേക്ക് നോക്കിയാൽ ദുഃഖം, മുന്നിലേക്ക് നോക്കിയാൽ ആകുലത, ഇരുവശത്തേക്ക് നോക്കിയാൽ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് നോക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അതായത് യാബസിൻ്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കിയത് അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതായത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ചില കോട്ടകൾ ഇടിയണമെങ്കിൽ മസിൽ പവർ കൊണ്ട്, കായിക ബലം കൊണ്ട്, മുഷ്ടി ബലം കൊണ്ട്, അംഗബലം കൊണ്ട്, ആയുധ ബലം കൊണ്ട്, സ്വാധീന ശക്തി കൊണ്ട്, സമ്പത്തിൻ്റെ വലിപ്പം കൊണ്ട്, രാഷ്ട്രീയ സ്വാധീനങ്ങൾ കൊണ്ട് ചില കോട്ടകൾ ഇടിയില്ല. കോട്ടകൾ ഇടിക്കുന്നത് അപരിമേയമായ ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് യാബസ് ബഹുമാന്യനായി മാറിയത് അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇതാണ്. ബൈബിളിൽ ദൈവം കേട്ടു എന്ന് പറയുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണിത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, ഇത് തിരുവചനത്തിൽ ദൈവം കേട്ടു എന്ന് ദൈവം പറയുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് നിത്യകാലത്തോളം നിലനിൽക്കുന്നൊരു വിലയുണ്ട്. ഇത് എപ്പോൾ ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ്. മനസ്സിലായോ? ഈ പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ്. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് തിരുവചനത്തിൽ ഒരു വാലിഡിറ്റി ഉണ്ട്. ആ വാലിഡിറ്റി ഇതാണ്, ഇത് ആരെവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നിങ്ങൾ 4 ദിവസവും രക്ഷയുടെ വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടതുകൊണ്ട് ഞാൻ ഈ 5-ാമത്തെ ദിവസം നിങ്ങൾക്കൊരു സമ്മാനമായിട്ട് ഈ വചനം തരികയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതൊരു പുരോഹിതൻ്റെ വാക്കാണ്. ഇവിടെ കയറി നിൽക്കുന്ന സമയത്ത്, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വണ്ടി കയറുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട.
പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നതെന്നറിയോ? നമ്മുടെ ബുദ്ധി, ചിന്ത, ഓർമ്മ, നാവ് ഇതെല്ലാം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആത്മാവിലൊരു കാര്യം പറയുമ്പോൾ അത് അതുപോലെ സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ മാന്നാനം കൺവെൻഷന് വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ വചനം ഒരിക്കലും മറക്കരുത്. നിങ്ങളിത് ഇന്ന് തന്നെ കാണാതെ പഠിച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാലുടെയും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പും ഈ വചനം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നാളെ ഒരു കാലത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചാരുടെയും മുമ്പിൽ നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇത് ദൈവം കേൾക്കും. ഇത് ദൈവത്തിൻ്റെ തിരുഹിത പ്രകാരമുള്ളൊരു പ്രാർത്ഥനയാണ്, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞുള്ളൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ദൈവം ആര് പ്രാർത്ഥിച്ചാലും എപ്പോൾ പ്രാർത്ഥിച്ചാലും കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളോട്, നിങ്ങൾ ഇന്ന് മുതൽ ഈ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലണം. യാബസിൻ്റെ പ്രാർത്ഥന, യാബസിൻ്റെ പ്രാർത്ഥന. അപ്പം അതുകൊണ്ട് വായിക്കാം, ശ്രദ്ധയോടെ വായിക്കാം. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണം. 4 കാര്യങ്ങളാണ്. ഒന്ന്, എന്നെ അനുഗ്രഹിക്കണം. ഒന്ന് ബ്ലസ് മീ, മേക്ക് മീ എ ബ്ലെസ്സിങ്. യാബസിന്റെ പ്രാർത്ഥന 1 പറയൂ. പോരാ, ഉറക്കെ പറയണം. യാബസിന്റെ പ്രാർത്ഥന, എന്നെ അനുഗ്രഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം. യാബസിന്റെ പ്രാർത്ഥനയാണ്, ദൈവമേ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കണം എന്നതിൻ്റെ വിശദീകരണമാണ് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം. അത് ഞാൻ വിശദീകരിക്കാൻ പോവാണ്. അനുഗ്രഹിക്കണം എന്നതിൻ്റെ എക്സ്പ്ലനേഷനാണ് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം. എക്സ്പാൻഡ് മൈ ബോർഡർ, എക്സ്പാൻഡ് മൈ ടെറിറ്ററി. എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം. കർത്താവേ, ബ്രോഡൻ മൈ ബോർഡർ, ബ്രോഡൻ മൈ ടെറിറ്ററി. എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം. അപ്പോൾ യാബസിന്റെ പ്രാർത്ഥനയുടെ 1 എന്നെ, 2 എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം. 3 അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കണം, അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കണം. 4 വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണം. 4 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ യാബസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മറക്കരുത്, വേഗം ഈ പ്രാർത്ഥന പെട്ടെന്ന് ചൊല്ലുന്നു. എന്താണ് ഈ പ്രാർത്ഥന? ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. വിശ്വസിക്ക്, ചങ്കിനകത്തു എന്നാ പറയണേ. കേൾക്കും. ദൈവവചനത്തിന് മുമ്പിൽ ആദരവോടിരുന്നൊരു ജനമല്ലേ, 100 വട്ടം മനസ്സ് നിറഞ്ഞ് പറയുകയാണ്. ഒരച്ഛൻ്റെ അനുഗ്രഹമാണ്, വാങ്ങിച്ചോ. മനസ്സ് നിറഞ്ഞ് പറയുകയാണ്, നടന്നിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നടന്നിരിക്കും. എന്താണ്? നിന്നെ അനുഗ്രഹിക്കും, നിന്റെ അതിര് വിസ്തൃതമാക്കും, അങ്ങയുടെ കരം നിന്റെ കൂടെ ഇരിക്കും, വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇത് ദൈവഹിത പ്രകാരമുള്ള ഒരു പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് എന്താണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം? എന്തുകൊണ്ടാണ് ഇത് ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥന? 1, ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അല്ലെ, യാബസ് പറയുകയാണ്, ദൈവമേ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഈ ലോകത്ത് ഒരു ശാപമാകാനുള്ള സാധ്യത പോലും ദൈവം തരുന്നില്ല. മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ഒരു അനുഗ്രഹമായിട്ട് ജീവിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ. അതാണ് അവൻ്റെ ഭാഗധേയം. അതാണ് ഉൽപ്പത്തി 12:2 ദൈവം പറയുന്നത്. എടുക്കണമെന്നില്ല, വെറുതെ ഒന്ന് കേട്ട് പോയാൽ മതി, നമ്മളിവിടുന്ന് മുന്നോട്ട് പോകും. അപ്പോൾ ഉൽപ്പത്തി 12:2 ദൈവം പറയുകയാണ് അബ്രാഹത്തോട്, എന്താണ് പറയുന്നത്? നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്നത് മുഴുവൻ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി സ്വീകരിച്ച ഒരു ജനത. നിങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്തോറും
നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ശാപങ്ങളും ഇല്ലാതായി മാറും. സത്യം പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ജനത്തിൻ്റെ മേൽ ശാപം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് അതിനൊരു കൃത്യമായ ദൈവശാസ്ത്രപരമായ ഒരു അടിത്തറയുണ്ട്. അതായത് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിന് എന്തെങ്കിലും ഒരു ശാപം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, എന്തോ ഒരു ശാപം, എന്തോ ഒരു പ്രശ്നം, നിങ്ങൾ വിശ്വസിക്കുന്നതിനനുസരിച്ച് ഈ ശാപത്തിൻ്റെ ബന്ധനങ്ങൾ മാറിപ്പോവേണ്ടതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അതൊന്ന് വിശദീകരിക്കുകയാണ്. അതായത് അനുഗ്രഹമാവാനേ തരമുള്ളൂ. ഒരു വചനം പെട്ടെന്നൊന്ന് വായിക്കാം. ഒന്ന് പത്രോസ് 3:9. പെട്ടെന്ന് വായിക്കണം, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 1 പത്രോസ് 3:9 വേഗം ഒന്ന് വായിച്ചു. 1 പത്രോസ് 3:9 വായിക്കാം. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. അപ്പോൾ വചനം പറയുകയാണ്, ഇവിടെ നോക്കിയോ. 1 പത്രോസ് 3:9 പറയുകയാണ്, ശ്രദ്ധിക്കുക, എന്നെ നോക്കിയേ. 1 Peter chapter 3 verse 9 ദൈവവചനം പറയുന്നു, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിച്ചോണം. കാരണം എന്താണ്? അനുഗ്രഹം അവകാശമാക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ജനതയാണ്. ആര് നിങ്ങളെ ശപിച്ചാലും, ആര് നിങ്ങൾ നശിക്കുമെന്ന് പറഞ്ഞാലും, ആര് നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ജീവിതം ശരിയാവില്ലെന്ന് ആര് പറഞ്ഞാലും, ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. എങ്ങനെ അനുഗ്രഹിക്കേണ്ടത്? ഇങ്ങനെ പറയണം, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ചാക്കോച്ചനോട് ഞാൻ ക്ഷമിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അനുഗ്രഹിച്ചാൽ എന്താ സംഭവിക്കാൻ പോകണമെന്നറിയാമോ? ഈ അനുഗ്രഹം ആർക്ക് കൊടുത്താലും അനുഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ അനുഗ്രഹം നേരെ തിരിച്ച് നമ്മളിലേക്ക് വരും. ശാപം ആർക്ക് കൊടുത്താലും എന്ത് സംഭവിക്കും? ആ ശാപം നേരെ തിരിച്ച് നമ്മളിലേക്ക് വരും. അതങ്ങനെയാണ്, ഇത് ബൂമറാങ് പോലാണത്. ഈ വിടുന്നിടത്തേക്ക് തിരിച്ചു വരുന്ന സാധനമാണത്. അനുഗ്രഹം അങ്ങോട്ട് കൊടുത്താൽ അനുഗ്രഹം വരും, ശാപം കൊടുത്താൽ ശാപം വരും. ഇപ്പോൾ ഒരാൾ നശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നശിച്ചു പോകും. അസൂയ അസ്ഥികളെ ഞെരുക്കുന്നു എന്നാണ് പറയുന്നത്. അസ്ഥികളെ ക്ഷയിപ്പിക്കുന്നെന്നാണ് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ ഒരാളുടെ വളർച്ചയിൽ അസൂയപ്പെട്ട് അയാൾ നശിക്കും, അങ്ങനെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരാൾ നന്നാവണം, രക്ഷപ്പെടണമെന്ന് ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം നമുക്ക് തിരിച്ചു കിട്ടും, ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പം അതുകൊണ്ട് 1 പത്രോസ് 3:9 പറയുകയാണ്, എന്താണ്? വായിച്ചാണ്, ഇങ്ങോട്ട് നോക്കിയാൽ മതി. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. അനുഗ്രഹം അവകാശമാക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ അവകാശമാണ് അനുഗ്രഹം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, വിശ്വാസിയുടെ അവകാശമാണ് അനുഗ്രഹം. പറയാൻ വളരെ എളുപ്പമല്ലേ, വളരെ അടുത്തല്ലേ ഇരിക്കുന്നത്, വേഗം പറ. വിശ്വാസിയുടെ അവകാശമാണ് അനുഗ്രഹം. അടുത്തിരിക്കുന്ന ആളോട് പറയാം, അനുഗ്രഹം നിന്റെ അവകാശമാണ്. പറ, അനുഗ്രഹം നിന്റെ അവകാശമാണ്. പറയൂ. അപ്പോൾ അതായത് അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ്. ഇത് വിശ്വാസിയുടെ അവകാശമാണ്. അതുകൊണ്ട് എല്ലാ ആളുകളെയും അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുക, അല്ലാതെ ശപിക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണ്, ഒരു കുടുംബം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ചിന്തിക്കുകയാണ്, വാടക വീട്ടിൽ കഴിയുകയാണ്, സ്വന്തമായിട്ടൊരു വീടില്ല. അപ്പോൾ അവനിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ അപ്പനും അമ്മയും വാടക വീട്ടിലാണ് കഴിഞ്ഞത്, എൻ്റെ സഹോദരന്മാരും വാടക വീട്ടിലാണ് കഴിയുന്നത്. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ആർക്കും ഒരു വീടില്ല. ഇതെന്തോ ഒരു ശാപം പോലെ, ഒരു കുടുംബം, ഒരു കൂര ആർക്കും ഇല്ല. ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അയാളെ തന്നെ കണ്ടെത്തുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ വ്യക്തി ഹൃദയത്തിൽ രൂപപ്പെടുത്തേണ്ട വിശ്വാസമാണ് ഞാൻ പറയാൻ പോകുന്നത്. ദൈവത്തിന് വഴി തുറക്കാൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിന് വഴി തുറക്കാൻ സെക്കൻഡുകൾ പോലും വേണ്ട. അപ്പം അതുകൊണ്ട് ഈ വിശ്വാസം ഒരാൾ ഹൃദയത്തിൽ യേശുക്രിസ്തുവിൽ ഈ രക്ഷയുടെ എല്ലാ നിത്യമായ കാര്യങ്ങളും വിശ്വസിക്കുന്നതിൻ്റെ ഒപ്പം ഒരു വ്യക്തി ഇതുകൂടെ വിശ്വസിക്കണം. ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവകാശമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത്. ഇത് ഈ വചനം 1 പത്രോസ് 3:9 അത് മനസ്സിൽ വെച്ചിട്ട് ഇനി ഒരാൾ ചിന്തിക്കുകയാണ്, എന്തൊക്കെയോ ഒരു ശാപം കിടക്കാണ് വീട്ടിൽ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, എന്തോരം അധ്വാനിച്ചാലും അതിനകത്തൊന്നും ഒരു പുരോഗതിയും കാണുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, യേശുക്രിസ്തുവിൽ വന്ന ഒരു വ്യക്തിക്ക് ശാപം എന്നൊരു സാധ്യതയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഗലാത്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം എടുക്കുക. ഗലാത്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. യേശുവിൽ വരുന്ന 3-ാം അധ്യായം, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങൾ.
ഗലേഷ്യൻസ് 3:13 and 14 വായിക്കുക. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്നാണോ, രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണോ, രക്ഷിക്കും എന്നാണോ? അല്ല, രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, രക്ഷിച്ചു എന്നാണ്. രക്ഷിച്ചു, ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഈ ശാപത്തിൽ നിന്നുള്ള മോചനം ദൈവം ഓൾറെഡി ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കണം. ഒത്തിരി തവണ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ആളുകൾക്ക് മനസ്സിലാവാത്ത വചനങ്ങളിലൊന്നാണിത്. പക്ഷെ മനസ്സിലാകാൻ സാത്താൻ സമ്മതിക്കാത്ത വചനങ്ങളിലൊന്നാണിത്. അതായത് നിങ്ങൾ പറയുകയാണ്, ഡാനിയേൽ അച്ഛാ അച്ഛൻ്റെ മേൽ ഒരു ശാപം കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനൊരു സാധ്യതയില്ല. എനിക്ക് കുറവുണ്ടാവാം, എനിക്ക് പോരായ്മയുണ്ടാവാം, എനിക്ക് പാളിച്ചകൾ വന്നിട്ടുണ്ടാവാം. അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു ശാപത്തിന് ഒരു സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. അതിൻ്റെ കാരണം എന്താണ്? അതെന്താണ്? അച്ഛന് എനിക്ക് ശാപമില്ലാന്ന് ഞാൻ പറയാൻ കാരണം, യേശു ക്രിസ്തുവിൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള ഒരു വലിയ അവകാശമാണ് ശാപമില്ലാതെ ജീവിക്കുക എന്നുള്ളത്. അത് യേശുവിലൂടെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, എന്തുകൊണ്ടാണത്? ക്രിസ്തു അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയ്ക്കകത്ത്, രക്ഷ എന്ന് പറയുന്നത് ഒരു പാക്കറ്റാണെങ്കിൽ ആ പാക്കറ്റിനകത്തുള്ള ഒന്നാമത്തെ ഒരു കാര്യമാണ് ശാപത്തിൽ നിന്നുള്ള മോചനം. യേശുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയ്ക്കകത്ത് രക്ഷ എന്ന് പറയുന്ന ആ പെട്ടിക്കകത്ത്, രക്ഷ എന്ന് പറയുന്ന ഒരു പെട്ടിയാണെന്ന് വെച്ചോ, ഒരു സമ്മാനപ്പെട്ടി. ആ സമ്മാനപ്പെട്ടിക്കകത്ത് കിടക്കുന്ന ഒന്നാമത്തെ സമ്മാനപ്പൊതിയാണ് എന്ത്? ശാപത്തിൽ നിന്നുള്ള മോചനം. അതൊരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ അയാൾക്ക് പിന്നെ ശാപമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഈ പറയുന്നത്. ക്രിസ്തു, വായിക്കാം അത് 13:13 ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. അപ്പോൾ അവിടെ ആ സെന്റൻസിനകത്തുള്ള ആശയങ്ങൾ ഓരോന്നോരോന്നായി കാണാൻ പോവാണ്. ക്രിസ്തു എന്ത് ചെയ്തു? നമ്മെ പ്രതി. നമ്മെ പ്രതി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി, നമുക്ക് പകരം. മനസ്സിലായല്ലോ? നമുക്ക് വേണ്ടി, നമുക്ക് പകരം. പറ, നമുക്ക് വേണ്ടി, നമുക്ക് പകരം. ക്രിസ്തു നമ്മെ പ്രതി, നമുക്ക് വേണ്ടി, നമുക്ക് പകരം എന്ത് ചെയ്തു? ശപിക്കപ്പെട്ടവനായി തീർന്നു എന്ന് ബൈബിൾ പറയുകയാണ്. ക്രിസ്തു ശപിക്കപ്പെട്ടവനായി തീർന്നു. എങ്ങനെയാണ് ക്രിസ്തു ശപിക്കപ്പെട്ടവനായി തീർന്നത്? അടുത്ത വാക്യം, എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. ഞാനൊരു വചനം വായിക്കാം. നിയമാവർത്തനം 21:23. നിയമാവർത്തനം 21:23. ഞാൻ വായിക്കാം, നിങ്ങൾ കേട്ടോ. നിങ്ങൾ വായിക്കണ്ട, ഞാൻ വായിക്കാം. നിയമാവർത്തനം 21:22 മുതൽ, ഒരുവൻ മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവനെ നീ മരത്തിൽ തൂക്കണം. ശവൻ രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങിക്കിടക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ അന്ന് തന്നെ മരത്തിൽ തൂക്കപ്പെട്ടവൻ്റെ മൃതദേഹം മറവ് ചെയ്യണം. മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. നിയമാവർത്തനം 21:23 ബൈബിൾ പറയുകയാണ്, മരത്തിൽ തൂക്കപ്പെടുന്നവൻ ആരാണ്? ശപിക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ ബൈബിൾ പറയുകയാണ്, ക്രിസ്തു കുരിശുമരത്തിൽ നമുക്ക് പകരം തൂങ്ങിക്കിടന്നപ്പോൾ യേശു നമുക്ക് പകരം ആരായി മാറി? ശപിക്കപ്പെട്ടവനായി മാറി. അപ്പൊ നിന്റെ കുടുംബത്തിൽ ഒരു ശാപം ഉണ്ടെന്ന് വിചാരിക്കുക. ശാപം എങ്ങനെയും വരാം. ശാപം എങ്ങനെ വരുന്നേ? ശാപം വരുന്നത് എങ്ങനെ? നീ സെന്റൻസിനകത്തുണ്ട്, നിയമത്തിൻ്റെ ശാപം എന്നല്ലേ അവിടെ പറയുന്നേ. നിങ്ങളിത് ശ്രദ്ധിച്ച് വായിക്കുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുന്നില്ല. ഗലാത്യ ലേഖനം 3:13 എന്താ? ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് എന്ത് ശാപം? അമ്മച്ചേ, എവിടെ നമ്മുടെ അമ്മച്ചി? എന്ത് ശാപം അമ്മച്ചി?
നിയമത്തിന്റെ ശാപം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഈ ശാപം വന്ന എവിടുന്നാ? ആ നിയമത്തിൽ നിന്നാണ്. അതെങ്ങനെ നിയമത്തിൽ നിന്ന് ശാപം വരുന്നേ? അതായത് ദൈവം നൽകിയ ഏത് നിയമം ലംഘിച്ചാലും ആ നിയമലംഘനത്തോട് ചേർന്ന് ഒരു ശാപമുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഉദാഹരണത്തിന്, അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അപ്പനെയോ, വചനാണ്, അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അപ്പനെയോ അമ്മയോ ഉപദ്രവിക്കുന്നവന്റെ കണ്ണുകൾ മലങ്കാക്കുകൾ കൊത്തിപ്പറിക്കും. ബൈബിളിലുള്ളതാണ്. ബൈബിളിലുള്ളതാന്ന്. അതാ ഖുറാനിലോ? ബൈബിളിലല്ലേ? ഓക്കെ. അപ്പനെയോ അമ്മയോ പ്രാകുന്നവന്റെ കണ്ണുകൾ മലങ്കാക്കുകൾ കൊത്തിപ്പറിക്കും. അമ്മയുടെ ശാപം കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. അപ്പൊ ഈ ശാപമൊക്കെ എവിടുന്നാ വരുന്നേ? നിയമത്തെ. ഒന്ന് കൈയടിച്ചേ. കൊള്ളാം 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 കൊള്ളാം. എന്താണ് ഈ ശാപം എല്ലാം എവിടുന്ന വരുന്നേ? നിയമത്തിൽ നിന്ന്. നിയമത്തിൽ നിന്നാണ് ഈ ശാപം എല്ലാം വരുന്നത്. നിയമത്തിൽ നിന്ന്. അതായത് നിയമം ലംഘിക്കുമ്പോൾ അതിനോട് ചേർത്ത്, ഇപ്പൊ ഇവിടെ നിയമം ലംഘിച്ചാൽ കേരളത്തിൽ നിയമപാലകർ നമുക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ പോലെ ദൈവ നിയമങ്ങൾ ലംഘിച്ചാൽ അതിനെതിരെ ഒരു ശാപമുണ്ട്. സമ്മതിച്ചോ? എത്ര സമ്മതിച്ചോ? പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, നിയമം ലംഘിച്ച് ശാപമില്ലാത്തവരായി ആരെങ്കിലും അപ്പോൾ ഇവിടെ ഉണ്ടോ? അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ശാപമുണ്ട്. ഉണ്ടല്ലോ? ഉണ്ട്. എന്നാൽ എന്ത് ചെയ്തു? ആ ശാപം, ഞാൻ അനുഭവിക്കേണ്ട ആ ശാപം എനിക്ക് പകരം നമ്മെ പ്രതി, ഞാൻ പറഞ്ഞല്ലോ ക്രിസ്തു നമ്മെ പ്രതി, നാം അനുഭവിക്കേണ്ട ശാപം നമ്മെ പ്രതി നമുക്ക് പകരം യേശു കുരിശിൽ ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമം ലംഘിച്ച് നാം ഏറ്റുവാങ്ങിയ സകല ശാപങ്ങളും യേശു കുരിശിൽ ഏറ്റെടുത്തു. ഏറ്റെടുക്കുമെന്നല്ല, ഏറ്റെടുത്തു എന്നാണ്. അത് കഴിഞ്ഞ കാര്യമാണ്, തീർന്ന കാര്യമാണ്, സോൾവ് ചെയ്ത കാര്യമാണ്, പരിഹരിച്ച വിഷയമാണ്. അതിനകത്തൊരു തീർപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിനി ഇല്ല. പക്ഷെ ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കണം. എന്താണ്? ക്രിസ്തുവിൽ എനിക്ക് ശാപമില്ല. ഇതൊരാൾ വിശ്വസിക്കണം. ആദ്യം അയാൾ ഈ വചനം, എഴുതപ്പെട്ട ഈ വചനം വിശ്വസിക്കണം. എന്താണ്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുതപിക്കണം, തിരുത്തണം, ഏറ്റുപറയണം. ഇനി അതുമായി ബന്ധപ്പെട്ട് ഒരു ശാപമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഇത്രയും പിടികിട്ടിയോ? രക്ഷിച്ചു. കാരണം മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യം എങ്ങനെയാണ്? അടുത്ത വാക്യം ഈ ശാപം മാറ്റുക മാത്രമല്ല. അടുത്ത വാക്യം, അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. ഇപ്രകാരം സംഭവിച്ചത്. നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഉപദ്രവിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ? അതായത് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് വായിച്ചിട്ട് കറക്റ്റായിട്ട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. അതായത് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. ചോദ്യം, എപ്രകാരം സംഭവിച്ചത്? എന്താ? യേശു എന്ന് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. അതൊന്നുമല്ല. യേശു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി കുരിശിൽ കിടന്നത്, അതാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് പറഞ്ഞ. യേശു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി കുരിശിൽ കിടന്നത്. അടുത്ത വാക്യം പറയുകയാണ്, അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം വിജാതീയർ. ഇവിടെ വിജാതീയർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാ? ഇവിടുത്തെ വിജാതീയർ ആരാണ്? യഹൂദരല്ലാത്തവർ. അതിനകത്ത് ചേച്ചിയുണ്ടോ? ഈ പറയുന്ന വിജാതീയരിനകത്ത് ചേച്ചിയുണ്ടോ? ഇല്ലേ? ചേച്ചി യഹൂദയാണോ? വിജാതീയർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ബൈബിളിൽ വിജാതീയർ എന്ന് എഴുതിയാൽ അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? യഹൂദരല്ലാത്തവരെ ആണല്ലോ. യഹൂദരല്ലാത്തവരെ. അങ്ങനെയാണെങ്കിൽ ഈ വിജാതീയരുടെ കൂട്ടത്തിൽ അമ്മച്ചി ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ?
ഞാൻ അമ്മച്ചിയെ ശരിയാക്കും. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. കാരണം അമ്മച്ചി യഹൂദയല്ല. ആ കൂട്ടത്തിൽ ഞാനുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നിങ്ങളുടെ വികാരിച്ചനുണ്ടോ? പോളച്ചനുണ്ടോ? ഉണ്ടോ? എന്ന് പറഞ്ഞാൽ യഹൂദരല്ലാത്ത സകല വിശ്വാസികളും ആരാണ്? വിജാതീയരാണ്. വിജാതീയ ക്രിസ്ത്യാനികളാണ് നമ്മൾ. ആര്? നമ്മളെല്ലാവരും വിജാതീയ ക്രിസ്ത്യാനികളാണ്, യഹൂദരല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യഹൂദരല്ലാത്തവരായ നമുക്കും ആര് വഴി? യേശുക്രിസ്തു വഴി വിജാതീയരായ നമ്മിലേക്കും വരേണ്ടതിനാണ് ഇപ്രകാരം സംഭവിച്ചത്. എപ്രകാരം സംഭവിച്ചത്? യേശു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞാൽ മതി ഈ വചനം വ്യക്തമാൻ. എന്താണ് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം? അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം, ചേട്ടൻ്റെ പേരെന്താ? ഇട്ടിട്ട് ചേട്ടൻ്റെ പേര് പറ. സെബാസ്റ്റ്യൻ. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം സെബാസ്റ്റ്യനും കൂടെ കിട്ടാനാണ് യേശു ശപിക്കപ്പെട്ടവനെ പോലെ കുരിശിൽ കിടന്നത്. ഇത്ര മനസ്സിലായോ? അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം സെബാസ്റ്റ്യന് കൂടെ ലഭിക്കാനാണ് യേശു ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂങ്ങിക്കിടന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ചോദ്യം, എന്താണ് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം? അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം, ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും. ഞാൻ സെബാസ്റ്റ്യനോട് പറയുകയാണ്, സെബാസ്റ്റ്യൻ, അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം വിജാതീയനായി സെബാസ്റ്റ്യനിലേക്കും വരേണ്ടതിനാണ് സെബാസ്റ്റ്യന് വേണ്ടി യേശു ശപിക്കപ്പെട്ടവനായി തീർന്നത്. ഇത്രയും സെബാസ്റ്റ്യൻ വിശ്വസിക്കുന്നുണ്ടോ? ഇത് വിശ്വസിക്കുന്നോ? സെബാസ്റ്റ്യൻ ഇത് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. എന്താണ് വിശ്വസിക്കുന്നതോടെ ഞാൻ പറയുകയാണ്, അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം വിജാതീയനായ സെബാസ്റ്റ്യന് ലഭിക്കാനാണ് യേശു സെബാസ്റ്റ്യനെ പ്രതി ശപിക്കപ്പെട്ടവനായി കുരിശിൽ തൂങ്ങിക്കിടന്നത്. സെബാസ്റ്റ്യൻ ഇത് വിശ്വസിക്കുന്നുവോ? അപ്പോ എന്താണ് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം? അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം ഇതാണ്. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം, നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പൊ അത് സെബാസ്റ്റ്യനോട് പറഞ്ഞ എങ്ങനെയാണ്? സെബാസ്റ്റ്യൻ, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നീ മുഖാന്തരം, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിസ്സാര കാര്യമല്ലിത്, നിസ്സാര കാര്യമില്ല. കച്ചവടം വലുതാവുന്നതോ, ബാങ്കിലെ ബാലൻസ് ചെറുതായിട്ടൊന്ന് വർദ്ധിക്കുന്നതോ, പലിശ തീരുന്നതോ, കടം തീരുന്നതോ, കൊച്ചുങ്ങൾ കാനഡ പോകുന്നതോ മാത്രമല്ലിത്. അതായത് സെബാസ്റ്റ്യന് ജന്മാന്തരങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, അനേകായിരം തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന വലിയൊരു അനുഗ്രഹം തരാനാണ് സെബാസ്റ്റ്യന് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കുരിശിൽ മരിച്ചത്, ശപിക്കപ്പെട്ടവനായി തൂങ്ങിക്കിടന്നത്. ഇത് നിസ്സാര കാര്യമല്ല സെബാസ്റ്റ്യ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് ഇത് ദൈവമക്കള് വിശ്വസിക്കണം. പക്ഷെ വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ വിശ്വാസം എന്തിനകത്താ? അയലോക്കംകാരൻ ചെയ്ത കൂടോത്രം ഫലിക്കുമെന്നുള്ളതിനകത്താണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം അവർ പറഞ്ഞ പ്രാക്ക് നമുക്ക് കേൾക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ എന്ത് വിശ്വസിക്കാനാണ് എളുപ്പം? സത്യം വിശ്വസിക്കാനാണോ നുണ വിശ്വസിക്കാനാണോ? ഏത് എളുപ്പം? ഞാൻ നിങ്ങളോട് പറയട്ടെ, അതായത് ഞാൻ നിങ്ങളോട് പറയാണ്, ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു അനുഗ്രഹവുമായിട്ടാണ് പോകുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ വേറൊരാൾ നിങ്ങളോട് പറയാണ്, ഇന്ന് നിങ്ങൾ പോകുമ്പോൾ ഇന്ന് രാത്രി 11:30 എന്തോ ഒരു കുടുംബത്തിൽ പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൂടുതൽ എളുപ്പം? രണ്ടാമത് പറഞ്ഞാണ്, മനുഷ്യന് എളുപ്പം സത്യം വിശ്വസിക്കുന്നതിനേക്കാൾ നുണ വിശ്വസിക്കാനാണ്. സത്യമല്ല ഞാൻ പറയുന്നത്. അതാണ് ദൈവവചനത്തിൽ എഴുതപ്പെട്ട സത്യം വിശ്വസിക്കുന്നതിനേക്കാൾ തത്തേം കൊണ്ട് വന്ന കാക്കാത്തി ചേച്ചി പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇത് വിശ്വസിച്ചിട്ടില്ല. എന്താണ് ഇപ്പോഴും പല കുടുംബങ്ങളും ശാപത്തിൽ കെട്ടിക്കിടക്കുന്നതെന്നറിയാം? തിരുവചനത്തിൽ എഴുതപ്പെട്ടത് വിശ്വസിച്ചിട്ടില്ല. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ, അഹങ്കാരമൊന്നും പറയല്ല. ഞാൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെന്നറിയാമോ? കർത്താവേ നീ വരണേ, ഈശോയെ നീ വരണേ, പരിശുദ്ധാത്മാവേ നീ വരണേ, കർത്താവെ നീ സ്പർശിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വരും, ദൈവ സാന്നിധ്യം തരും, സുഖപ്പെടുത്തും, വിടുവിക്കും, മാനസാന്തരങ്ങൾ കൊടുക്കും, മരുന്ന് പെട്ടികൾ മാറ്റിവെക്കും, രോഗക്കിടക്കുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, കർത്താവ് മനസമാധാനം കൊടുക്കും, സൈക്കാട്രിക് മരുന്നുകൾ മാറ്റിവെക്കും. ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മറന്നു വന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ദിവസവും ഓരോ അത്ഭുതങ്ങളുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, ഒരാൾ വിളിക്കുമ്പോൾ ഈശോ വരും.
ഈശോ വരും. എന്തുകൊണ്ടാണ് വരുന്നത്? അയാളുടെ പുണ്യം കൊണ്ടൊന്നും അല്ലത്. അയാളുടെ പുണ്യം കൊണ്ടൊന്നും അല്ലത്. ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഞാൻ പറയാം. അതായത് എനിക്ക് 100% വിശ്വാസമാണ്, പരിശുദ്ധാത്മാവേ നീ വരണേന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും. എനിക്ക് 100% വിശ്വാസമാണത്. പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരും, ഹൃദയങ്ങളെ സ്പർശിക്കും, ഹൃദയങ്ങളെ തുറക്കും. പരിശുദ്ധാത്മാവ് വരും. എനിക്ക് ഭയങ്കര ഉറപ്പാണത്. ഞാൻ ആലോചിക്കാറുണ്ട്, അതെന്തുകൊണ്ടാണ് നമ്മൾ വിളിക്കും പരിശുദ്ധാത്മാവ് വരുന്നത് എന്തുകൊണ്ടാണ്? ഡാനിയലച്ചൻ്റെ പുണ്യം കൊണ്ടാണോ? അല്ല. നല്ല ജീവിതം കൊണ്ടാണോ? അല്ല. വിശുദ്ധനായതുകൊണ്ടാണോ? അല്ല. കുറവുകളില്ലാത്തത് കൊണ്ടാണോ? അല്ല. സംസാരം എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ടാണോ? അല്ല. ചിന്തയെല്ലാം നല്ലതായതുകൊണ്ടാണോ? അല്ല. മണ്ടത്തരങ്ങളൊന്നും പറ്റാത്തതുകൊണ്ടാണോ? അല്ല. അതൊന്നുമല്ല. എനിക്കൊരു കാര്യം ഉറപ്പാണ്. എന്തെന്നറിയാമോ? ഞാൻ ഈ എഴുതപ്പെട്ട വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ക്രെഡിബിലിറ്റി ഇത് മാത്രമേ ഉള്ളൂ. പുണ്യവാനല്ല, വിശുദ്ധനല്ല, നല്ല ജീവിതം ഇല്ല, കുറവുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, ഉണ്ട്, നിങ്ങളെക്കാളും പാവിയാണ്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ വിളിച്ചാൽ ഈശോ വരും. എന്തുകൊണ്ടെന്നറിയാമോ? പുണ്യജീവിതം കൊണ്ടൊന്നുമല്ല. ഒരു പൊട്ടനെ പോലെ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണെന്ന് 100 വട്ടം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അത് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് കുറവുണ്ടാവാം, നിങ്ങൾ ദേഷ്യപ്പെടുന്നവരായിരിക്കാം, നിങ്ങൾക്ക് പോരായ്മകളുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഒത്തിരി അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ഒത്തിരി ഇപ്പോഴും കുറവുകളുണ്ടാവാം. പക്ഷെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ ദൈവം വരും. നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ ദൈവം വരും. എപ്പോഴെന്നറിയാമോ? ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ ദൈവം എഴുതി തന്ന ഈ തിരുവചനങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. ലോകം പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരിക്കരുത്, മനുഷ്യർ പറയുന്നത് വിശ്വസിച്ചുകൊണ്ടിരിക്കരുത്. ദൈവം പറഞ്ഞത് വിശ്വസിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുകയാണ്, എന്താണ് പറയുന്നത്? അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം വിജാതീയരായ നമ്മിലേക്കും വ്യാപരിക്കേണ്ടതിനാണ് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നത്. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം നീ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, യാബസിന്റെ പ്രാർത്ഥന നമ്പർ 1, എന്നെ അനുഗ്രഹിക്കണം. അപ്പൊ അത് നടക്കുമോ? നടക്കും. എന്നെ അനുഗ്രഹിക്കണം. കർത്താവേ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മാരുതി 800 കാറ് ബെൻസ് കാർ ആവുന്നതല്ല, ചെറ്റക്കുടല് കൊട്ടാരമാവുന്നതല്ല. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പത്തിത്തോറ്റ നിങ്ങൾ IAS കാരനാവുന്നതല്ല. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതിരുകൾ വിസ്തൃതമാവുന്നതാണ്. അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതിരുകൾ വിസ്തൃതമാവുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇന്നലെ വരെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും മാത്രമായിരുന്നു ഒരു സന്തോഷത്തിൻ്റെ കാരണമായിരുന്നതെങ്കിൽ, നിങ്ങളുടെ അതിരുകൾ വിസ്തൃതമായാൽ നിങ്ങളുടെ അയൽപ്പക്കക്കാർ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കും, നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കും, നിങ്ങളുടെ സംസ്ഥാനത്തിലുള്ളവർ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കും, നിങ്ങളുടെ ഭൂഖണ്ഡത്തിലുള്ളവർ നിങ്ങളെ ഓർത്ത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഗ്രഹം ഒരാളിൽ നിന്ന് 5 പേരിൽ നിന്ന് 5000-ത്തിലേക്ക് 50,000-ത്തിലേക്ക് 5 കോടിയിലേക്ക് വ്യാപരിക്കത്തക്ക വിധം നിങ്ങളുടെ അതിരുകളെ ദൈവം വിസ്തൃതമാക്കും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? നിങ്ങളുടെ അതിരുകളെ ദൈവം അതിരുകൾ. അപ്പൊ അനുഗ്രഹമാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറ്റക്കൂടിൽ കിടന്ന് നിങ്ങൾക്ക് 10 നിലയുള്ള ഫ്ലാറ്റ് കിട്ടി എന്നുള്ളതല്ല. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു വലിയ ജനസമൂഹത്തിന് അനുഗ്രഹമാവും നിങ്ങൾ. അപ്പൊ മനുഷ്യര് പറയും, ചേച്ചി ആ പറഞ്ഞത് കേട്ടിട്ടാണ് ഞങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബം ആത്മഹത്യ ചെയ്യാത്തത് എൻ്റെ ചേച്ചി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കൊണ്ട്. ചേട്ടൻ പറഞ്ഞ ആ വാക്കാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. എക്സ്പാൻഡ് യുവർ ബോർഡർ. നിന്റെ അതിരുകൾ വിസ്തൃതമാക്കുക. അതിരുകൾ മനസ്സിലാകുന്നില്ലേ? അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുക. ഒത്തിരി പേർക്ക് സന്തോഷമാവുകയാണ് നമ്മൾ, ഒരുപാട് പേർക്ക് ഒരു അനുഗ്രഹമാവുകയാണ് നമ്മൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു വീട്ടിൽ എല്ലാ ദിവസവും കള്ളും കുടിച്ച് അടിയുണ്ടാക്കി ബഹളം ഉണ്ടാക്കി വീട്ടിലേക്ക് വരുന്ന കുടുംബനാഥൻ ആ കുടുംബത്തിന് മുഴുവൻ സമ്മാനിക്കുന്നത് ദുഃഖവും ആകുലതയും കണ്ണുനീരും ഫ്രസ്ട്രേഷനും ഞെരുക്കവും
അതായത് ഒരു വരിഞ്ഞ് മുറുക്കി കെട്ടി വെച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ അയാൾ ഉണ്ടാക്കുകയാണ്. എത്ര കുഞ്ഞുങ്ങൾ മനസമാധാനമില്ലാതെ ജീവിച്ച് വളർന്നു വരിക, സ്വസ്ഥതയില്ല, സമാധാനമില്ല, കുടുംബത്തിൽ ഒരു സമാധാനമില്ല. എന്താ കാരണം? അതായത് ഈ മനുഷ്യൻ അയാൾ എന്ത് ചെയ്തു? അയാളുടെ അതിരുകൾ വിസ്തൃതമായില്ല. അയാളുടെ സന്തോഷം മാത്രമേ നോക്കിയുള്ളൂ. അയാളുടെ മുറിവുകളിൽ മാത്രമേ ജീവിച്ചുള്ളൂ. അയാൾ എന്ത് ചെയ്യുന്നു? ഒരു ശാപമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരാളെ ദൈവം ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാക്കി മാറ്റും. ഇങ്ങനൊരു സാധ്യതയുണ്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ. യാബസ് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. രണ്ടാമത്തേത്, അപ്പോൾ ഒന്നാമത്തേത് എന്നെ അനുഗ്രഹിക്കണം, 2 എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം, 3 അങ്ങയുടെ കരം എൻ്റെ കൂടെ ഇരിക്കണം. ബൈബിളിൽ ഒത്തിരി വിശദീകരിക്കാൻ സമയമില്ല. ബൈബിളിൽ അങ്ങയുടെ കരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ കരം സമം പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ കരം സമം പരിശുദ്ധാത്മാവ്. വചനം വേണോ? പറഞ്ഞുതരാം. ദൈവത്തിൻ്റെ കരം സമം പരിശുദ്ധാത്മാവ്. മത്തായിയുടെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കരമാണെന്ന് പറയുന്ന വാചകം ഉണ്ട്. അതായത് ഈശോ മിശിഹ പിശാചിനെ ബഹിഷ്കരിക്കുന്ന സമയത്ത് വായിക്കാം, നിങ്ങൾ വായിക്കാം. മത്തായി 12:28 വായിച്ചേ. മത്തായി 12:28 നിങ്ങൾ ഉറക്കെ വായിക്കേ. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ. അപ്പൊ യേശു പിശാചിനെ ബഹിഷ്കരിക്കുന്നത് എങ്ങനെയാണ്? ദൈവാത്മാവിനെ കൊണ്ടാണ്. ആണല്ലോ, യേശു പിശാചിനെ ബഹിഷ്കരിക്കുന്നത് ദൈവാത്മാവിനെ കൊണ്ടാണ്. ഇനി അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം എടുത്തേ. ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ അതേ ഭാഗം വിശദീകരിക്കുമ്പോൾ 20-ാമത്തെ വാക്യം, ലൂക്ക 11:20. എന്നാൽ എന്ത് ദൈവകരം. മത്തായിയിൽ എന്താ പറഞ്ഞേ? ദൈവാത്മാവ്. ലൂക്കായിൽ എന്താ പറഞ്ഞേ? അപ്പൊ രണ്ടോട് ചേർത്ത് വെച്ചാൽ ദൈവകരം സമം ദൈവാത്മാവ്. ദൈവത്തിൻ്റെ കരം ബൈബിളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതായത് എസെക്കിയേൽ പറയുന്നു, ഞാൻ പര്യാകുലനും അമർഷം പൂണ്ടവനുമായിട്ടാണ് പോയത്. കേബാർ നദിയുടെ തീരത്തേക്ക് ഞാൻ പോയത് പര്യാകുലനും അമർഷം പൂണ്ടവനുമായിട്ടാണ്. കാരണം അങ്ങയുടെ കരം എൻ്റെ മേൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് എടുത്തോണ്ട്, ഈ എസെക്കിയേലിന് പോകാൻ ഇഷ്ടമില്ല അങ്ങോട്ട് പോകാൻ, പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് പോവാണ്. ഞാൻ പര്യാകുലനും അമർഷം പൂണ്ടവനുമായിട്ടാണ് പോയത്, അങ്ങയുടെ കരം എൻ്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങയുടെ കരം എന്താ? പരിശുദ്ധാത്മാവ്. അപ്പോൾ യാബസ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അങ്ങയുടെ കരം, അതായത് ദൈവമേ എപ്പോഴും എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ നിറച്ചാലുള്ള റിസൾട്ടാണ് 4-ാമത്തേത്, എല്ലാ വിപത്തുകളിൽ നിന്നും അപ്പോൾ നമ്മൾ സംരക്ഷിതരായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരായിരിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നാൽ. ഇതാണ് യാബസിന്റെ പ്രാർത്ഥന. പെട്ടെന്ന് എഴുന്നേറ്റോ, വേഗം ഒന്ന് എഴുന്നേറ്റോ. അപ്പൊ യാബസ് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം, അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഇപ്പൊ ഇവിടെ വെച്ച് കാണാതെ പഠിക്കണം ചേട്ടന്മാര്. എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളിൽ പലരും ഇത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വായിക്കാൻ പോകണില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇപ്പോൾ പഠിച്ചോളുക. എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് എവിടാന്ന് ദിനവൃത്താന്തമൊക്കെ നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ എന്താ ഉറപ്പായിട്ട് മറന്നു പോകും. അപ്പം അതുകൊണ്ട് ചേട്ടന്മാരോട് ഞാൻ പറയുകയാണ്, ഇപ്പം പഠിക്കണം. ഇനി ഇത് മിസ് ചെയ്യരുത്. ഇപ്പം പഠിച്ചോണം. എന്നിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോണം. പോകുന്ന വഴിക്കെല്ലാം റബ്ബർ വെട്ടാൻ പോകുമ്പോഴൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് പോകണം. എന്താണ് പോകേണ്ടത്? ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം, ഉറക്കെ ആവർത്തിക്കണം. ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകളടച്ച് ശാന്തമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കുക. കണ്ണടച്ച്
അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, നാട്ടുകാർ, അധ്യാപകർ, നിന്നെ പരിചയമുള്ളവർ, നീ ഒരു പരാജയമാണ്, നീ നന്നാവില്ല, നീ ശരിയാവില്ല, നിൻ്റെ ജീവിതം രക്ഷപ്പെട്ടില്ല, നിൻ്റെ സഹോദരങ്ങളാണ് നിന്നേക്കാൾ നല്ലത്, നിൻ്റെ പ്രായത്തിലുള്ള മറ്റുള്ള ആളുകളുടെ അത്രയും നിനക്ക് പെർഫോമൻസ് ഇല്ല, നീ ഒരു മണ്ടനാണ്, മഠയനാണ്, ഫൂളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഇപ്പോൾ ഈ ദൈവവചന കൂടാരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവിൻ്റെ ഈ വചനം ഇപ്പോൾ നീ സ്വീകരിക്കുക. ദൈവം യാബസിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം, ആ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നീ വിശ്വസിക്കണം, അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം വിജാതീയരായ നമ്മിലേക്കും വ്യാപരിക്കേണ്ടതിനാണ്. മരത്തിൽ യേശു ശപിക്കപ്പെട്ടവനായി, നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തൂങ്ങിക്കിടന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ കുരിശിലെ മരണം ശാപങ്ങൾ എടുത്ത് മാറ്റി, ശാപം എടുത്ത് മാറ്റി, മാറ്റുമെന്നല്ല മാറ്റി നമുക്കിനി ഈ ഭൂമിയിൽ ഒരു അനുഗ്രഹമായിട്ടാണ് ജീവിക്കാനുള്ളത്, അനുഗ്രഹമായി. അതുകൊണ്ട് ഈ അനുഗ്രഹമായിട്ട് നമ്മൾ ജീവിക്കാൻ യേശു നമുക്ക് തന്നിരിക്കുന്ന രക്ഷ നമ്മൾ ഏറ്റുപറയണം, വിശ്വസിക്കണം. യേശുവിലൂടെ ലഭിച്ച സൗഭാഗ്യങ്ങളുടെ വില അറിയണം. യേശു നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കണം. ഇവിടെ ആയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ ശക്തി മാമോദീസായിലൂടെ നിറഞ്ഞിട്ടുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവരാണ്. നിങ്ങൾ ജീവിക്കുന്ന ദൈവമാണ്. നിങ്ങളെ നയിക്കുന്നത് പിശാചല്ല, നിങ്ങളുടെ ഉള്ളിൽ പിശാചല്ല, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ്. നിങ്ങളിലൊരു അപരിമേയമായ ശക്തിയുണ്ട്. നിങ്ങളുടെ സകല പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന അപരിമേയമായ ഒരു ശക്തിയുടെ നിറവ് മാമോദീസായിലൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. കരങ്ങൾ ഉയർത്താം, കണ്ണടച്ച് നിങ്ങളുടെ ഹൃദയം ഇനി ഏകാഗ്രമാക്കി ആരെയും ശ്രദ്ധിക്കാതെ അല്പസമയം വിട്ടുകൊടുത്ത് ശക്തമായിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു അനുഗ്രഹമായി ഞാൻ മാറട്ടെ, ഒരു അനുഗ്രഹമായി ഞാൻ മാറട്ടെ, ഒരു അനുഗ്രഹമായി ഞാൻ മാറട്ടെ. കർത്താവേ, അതിരുകൾ വിസ്തൃതമാകട്ടെ. നിന്റെ കൂടാരത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കുക, തിരശ്ശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക. നീ ഇരുവശത്തേക്ക് മതിര് ഭേദിച്ച് വ്യാപിക്കും. മക്കളെക്കുറിച്ചുള്ള ആകുലത, കുടുംബങ്ങളെക്കുറിച്ചുള്ള ആകുലത, പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള വേദനകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, തകർച്ചകൾ, കടബാധ്യതകൾ, ഇവയിൽ നട്ടം തിരിയുന്ന അങ്ങയുടെ മക്കളുടെ ജീവിതങ്ങളിൽ ഈ വിശ്വാസം ആഴപ്പെടട്ടെ. വചനം ശക്തിയായി മാറട്ടെ, ബോധ്യങ്ങൾ ശക്തമാവട്ടെ. ഈശോ അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്, സത്യമാണ്. ഏഴാവർത്തി അഗ്നിയിൽ ശുദ്ധി ചെയ്ത, ഉലയിൽ ശുദ്ധി ചെയ്ത സ്വർണം പോലെയാണ് അവിടുത്തെ വാഗ്ദാനങ്ങൾ. അവയ്ക്ക് മാറ്റമില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും അങ്ങയുടെ വചനത്തിന് മാറ്റമില്ല. കർത്താവായ യേശുവേ, ശാപബന്ധനങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ ആ ശാപങ്ങളെ തകർത്ത് കളയുന്ന വിശ്വാസത്തിൻ്റെ ശക്തി ആഴപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ ശക്തി ആഴപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അപരിമേയമായ ശക്തി കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരത്തിൽ ശപിക്കപ്പെട്ടവനെ പോലെ നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് യേശു നമ്മളെ വീണ്ടെടുത്തു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം വിജാതീയരായി നമ്മിലേക്കും വ്യാപരിക്കേണ്ടതിനാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നാം പ്രാപിക്കേണ്ടതിനാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ഇരിക്കാവോ? ഇപ്പോ ഈ വചനം മറക്കുവോ? ഈ യാബസിന്റെ പ്രാർത്ഥന മറക്കുവോ? ഒരിക്കലും മറക്കരുത്. എല്ലാ ദിവസവും ചൊല്ലണം. കർത്താവേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ ഇതാണ്, എന്താണ് ശാപം? യേശുക്രിസ്തുവിൽ വരുമ്പോൾ പിന്നെ ശാപമില്ല. ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തൊരു പ്രശ്നം തലപൊക്കി വരും. ആ തലപൊക്കി വരുന്ന പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ. ശാപമില്ല എന്ന് പറയുന്നു,
അപ്പോൾ പിന്നെ ഈ കഷ്ടതകൾ എന്തുകൊണ്ട്? ശാപമില്ല എന്ന് പറയുന്നു, ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം നല്ല നല്ല മനുഷ്യരുടെ ജീവിതത്തിലും അത്ര നല്ലതല്ലാത്ത മനുഷ്യരുടെ ജീവിതത്തിലും എല്ലാം കഷ്ടങ്ങൾ അനുവദിക്കുന്നത് എന്തുകൊണ്ട്? ഇപ്പം ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ. അതായത് ശാപമല്ല, അത് ദൈവവചന പ്രകാരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശാപമില്ല. പിന്നെ എന്തുകൊണ്ട് കഷ്ടതകൾ? അങ്ങനെയാണെങ്കിൽ ഈ കഷ്ടതകളെ നമ്മൾ എങ്ങനെ കാണണം, കഷ്ടതകളെ എങ്ങനെ നേരിടണം? ഇതുകൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സലാം പറഞ്ഞ് പിരിയാം. കഷ്ടതകൾ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കണം, കഷ്ടതകളെ എങ്ങനെ നേരിടണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഈശോ മിശിഹ ഒരു അന്ധനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ യേശു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഇവൻ അന്ധനായി ജനിച്ചത്. യോഹന്നാൻ 9:1 മുതൽ യേശു കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായിരുന്ന ഒരുവനെ കണ്ടു. ഈ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? അല്ലെങ്കിൽ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം ഇതാണ്, ഇത് പൂർവിക ശാപമാണോ? ചോദ്യം വളരെ ക്ലിയറാണ്. ഈ മനുഷ്യൻ, ഈ പാവം മനുഷ്യൻ ജന്മനാ അന്ധനാണ്, പിന്നീട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ട് കണ്ടുപോയതല്ല, മറിച്ച് ജന്മനാ അന്ധനാണ്. ജനിച്ചപ്പോൾ തന്നെ അന്ധനാണ്. ഈ കുട്ടി ജനിച്ചപ്പോൾ തന്നെ അന്ധനായിരുന്നു. അപ്പോൾ യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ചോദ്യം വളരെ കൃത്യമാണ്, കർത്താവേ, ഇത് പൂർവിക ശാപമാണോ? ഉടനെ യേശു പറയുകയാണ്, യേശു പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകാനാണ് ഇവൻ അന്ധനായിട്ട് ജനിച്ചത്. അപ്പോൾ ഒരു ഉത്തരം യേശു പറയുകയാണ്, ഒരു സമാധാനം പറയുകയാണ്, നമുക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവമായ കർത്താവ് വേദനകളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ തരും. അങ്ങനെ ദൈവം അനുവദിച്ച് തരുന്നത് എന്തിന്? ഒരു വിശ്വാസി സഹനങ്ങളുടെ മുമ്പിൽ പതറാൻ പാടില്ല, പരിഭ്രമിക്കാൻ പാടില്ല. കാരണം നമുക്ക് സഹനമുണ്ട്, ഈ ലോകത്തിൽ സഹനമുണ്ട്. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ലോകത്തിലാണ്, പക്ഷേ ഈ ലോകത്തിൻ്റേതല്ല, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും, പക്ഷെ ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. 5-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്, 4-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്. നിങ്ങൾ ഇനി നിങ്ങൾ വായിക്കണമെന്നില്ല, കാരണം എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ ഓടാൻ പോവാണ് ഇനി. അപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുക, കുറിച്ചെടുക്കുക, ഞാൻ പറയുന്ന വചനങ്ങൾ കുറിച്ചെടുക്കുക, നിങ്ങൾ വായിക്കണമെന്നില്ല. ഇനി 1 പത്രോസ് 4-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുവചനം, 1 Peter 4:12. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾ തപ്പി ഇത് ശ്രദ്ധിക്കാതിരിക്കരുത്, നിങ്ങൾ കേട്ടാൽ മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്നവണ്ണം നിങ്ങൾ പരിഭ്രമിക്കരുത്. നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നവണ്ണം നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അതായത് നമ്മൾ സഭ എന്ന നിലയിൽ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ 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 പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് നമ്മൾ വരികയാണ്. സഭ എന്ന നിലയിൽ നമ്മൾ യേശുവിൻ്റെ ശരീരമാണ്. ആണോ? നമ്മൾ യേശുവിൻ്റെ ശരീരമാണ്. കൊരിന്തോസ് ലേഖനത്തിൽ അപ്പോസ്തലൻ ഈ സത്യം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്, എല്ലാവരും അവയവങ്ങളാണ്. 1 കൊരിന്തോസ് 12 മുതലുള്ള വാക്യങ്ങൾ, ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്, അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ഒന്നു ചേർന്ന് ഏക ശരീരമായി തീരുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാനാണ് ജ്ഞാനസ്നാനമേറ്റത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ചേച്ചി മാന്നാനത്തുള്ള ആളാണെങ്കിലും കോട്ടയത്തുള്ള ആളാണെങ്കിലും പാമ്പാടിയിലുള്ള ആളാണെങ്കിലും വാകത്താനത്തുള്ള ആളാണെങ്കിലും തൃശ്ശൂരുള്ള ആളാണെങ്കിലും കോഴിക്കോടുള്ള ആളാണെങ്കിലും ഇനി സൗദി അറേബ്യയിലുള്ള ആളാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലുള്ള ആളാണെങ്കിലും ഈ വ്യക്തി ജ്ഞാനസ്നാനം എന്ന കൂദാശ വഴി ഒരു ശരീരമായി തീർന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ശരീരമാണ്, ഒരു ശരീരം. അപ്പോൾ നമ്മൾ ഈ സഭയാകുന്ന യേശുവിൻ്റെ ഏക ശരീരത്തിലെ അവയവങ്ങളാണ് എല്ലാവരും. അപ്പോൾ ഒരു ശരീരമാണ്, ഒരു ശരീരത്തിലെ അവയവങ്ങളാണ്, ഒരു ശരീരമാണ്. ആ ശരീരത്തിൽ ചില അവയവങ്ങൾ ക്ലേശം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇപ്പോൾ ഈശോ പറയുകയാണ്, ഇവൻ അന്ധനായി ജനിച്ചത് എന്താണ്?
ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവന് പ്രകടമാകാനാണ്. അപ്പോൾ പത്രോസ്ലീഹ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നവണ്ണം പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കണം. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാവുകയാണ്. അതായത് ഈ സഭയാകുന്ന ശരീരത്തിൽ യേശു സഹിക്കുന്നുണ്ട്. സഭയാകുന്ന തൻ്റെ ശരീരത്തിൽ യേശു സഹിക്കുന്നുണ്ട്. കൊളോസോസ് ലേഖനം 1-ാം അധ്യായം എടുക്കുക. കൊളോസോസ് ലേഖനം 1-ാം അധ്യായത്തിൽ, എടുക്കണ്ട, കേട്ടാൽ മതി, ഞാൻ വായിക്കാം. കൊളോസോസ് ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, സഭയാകുന്ന തൻ്റെ നിങ്ങൾ 24, കൊളോസോസ് 1:24, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. കേൾക്കുന്നുണ്ടോ? നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഇങ്ങോട്ട് നോക്കുക, പത്രോസ്ലീഹ പറയുകയാണ്, സഹോദരങ്ങളെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നവണ്ണം നിങ്ങൾ പരിഭ്രമിക്കരുത്. കാരണം എന്താണ്? ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കണം. യോഹന്നാനിൽ ഈശോ പറയുന്നുണ്ട് 9-ൽ, എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. ഇവൻ ഈ കഷ്ടപ്പാട്, ഇത് ശാപമല്ല, ഈ കഷ്ടപ്പാട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ? നമ്മളിൽ ഈ കഷ്ടപ്പാടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിൽ വരുന്ന ദൈവപ്രവൃത്തികൾ എന്താണ്? അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിനാണ് നമ്മളൊരു ആശയത്തിലേക്ക് എത്തിയത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാവുക. ക്രിസ്തുവിൻ്റെ പീഡകളിൽ എങ്ങനെ പങ്കുകാരാവുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് നമ്മൾ. വിശ്വസിക്കുന്നോ? യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ ശരീരത്തിൽ ക്രിസ്തു ഇപ്പോഴും പീഡ സഹിക്കുന്നുണ്ട്. എങ്ങനെ? ക്രിസ്തു ഇപ്പോൾ എങ്ങനെയാണ് ഈ ശരീരത്തിൽ, സഭയാകുന്ന തൻ്റെ ശരീരത്തിൽ യേശു എങ്ങനെയാണ് പീഡ സഹിക്കുന്നത്? അതെങ്ങനെയാന്ന് വെച്ചാൽ, മാമോദീസ സ്വീകരിച്ച് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായവരിൽ പലരും യേശുവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ജീവിക്കുന്നത് യേശുവിൻ്റെ ശരീരത്തിലെ പീഡകളാണ്. സഭയാകുന്ന തൻ്റെ ശരീരത്തിലെ പീഡയാണിത്. എന്താണിത്? യേശുവിൻ്റെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമായ പലരും യേശുവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുകയാണ്, യേശുവിനെതിരായിട്ട് ജീവിക്കുകയാണ്, യേശുവിനെ സ്നേഹിക്കാതെ ജീവിക്കുകയാണ്, യേശുവിനെ ആരാധിക്കാതെ ജീവിക്കുകയാണ്, പാപത്തിൽ ജീവിക്കുകയാണ്, തോന്നിവാസം ജീവിക്കുകയാണ്. അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ ഇത് യേശുവിൻ്റെ ശരീരത്തിലെ മുറിവുകളാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വരുന്ന പീഡകളുടെ കുറവ് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ശരീരത്തിൽ നികത്തുകയാണ്. അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു വിശ്വാസി കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ ആ കഷ്ടപ്പാട് ക്രിസ്തുവിൻ്റെ സഹനത്തിൽ, ഈ പീഡകളിൽ അയാൾ കൊടുക്കുന്ന ഒരാശ്വാസമാണ്, ഒരു പരിഹാരമാണ്. വളരെ ശ്രദ്ധിക്കണത്. അതായത് ഒരു പരിഹാരമാണിത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഇപ്പോൾ ഇങ്ങനെ വിചാരിക്കാം, അതായത് ഒരു അച്ഛൻ അല്ലെ ഒരു സിസ്റ്റർ വിചാരിക്കുകയാണ്, ഞാൻ ഒരു 10 ദിവസത്തേക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുകയാണ്. അങ്ങനെ ഒരച്ഛൻ അല്ലെ ഒരു വിശ്വാസി, ഒരു സിസ്റ്റർ 10 ദിവസത്തേക്ക് ഉപവസിക്കുകയാണ്. അങ്ങനെ ഉപവസിക്കുന്നതിന് ആ സിസ്റ്ററിന്, ആ അച്ഛന്, ആ അൽമേനിക്ക് പ്രത്യേകിച്ച് നിയോഗമൊന്നുമില്ല. ലോട്ടറി അടിക്കാൻ വേണ്ടിയോ വേറെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയോ ഒന്നുമല്ല ഉപവസിക്കുന്നത്. കുറച്ച് ആത്മാവിലൊരു പ്രേരണ കിട്ടി ഉപവസിക്കുകയാണ്. അപ്പം അങ്ങനെ ഉപവസിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇത് ഒരു ശരീരത്തിലെ അവയവം എന്ന നിലയിൽ, വലിയ യേശുവിൻ്റെ ഈ ശരീരത്തിലെ അവയവം എന്ന നിലയിൽ ഒരാൾ സഹിക്കുമ്പോൾ, ഒരാൾ കഷ്ടപ്പാട് ഏറ്റെടുക്കുമ്പോൾ, ഒരാൾ ദുരിതങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് സഹിക്കുമ്പോൾ, അത് ഈ ശരീരത്തിൽ യേശു വേദന അനുഭവിക്കുന്ന ഏതോ ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പരിഹാരമായിട്ട് മാറുകയാണ്. പരിഹാരം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട്, നമ്മൾ വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളെ കാണേണ്ടത് സാത്താൻ്റെ ഉപദ്രവമായിട്ടോ ശാപമായിട്ടോ വല്ലവരും കൂടോത്രം ചെയ്തതായിട്ടോ ഒന്നുമല്ല.
മറിച്ച് യേശു എന്നെ വിളിക്കുകയാണ്. എന്തിന്? യേശുവിൻ്റെ ശരീരത്തിലെ പീഡകൾക്ക് ആശ്വാസം കൊടുക്കാൻ, ഒരു പരിഹാരമായിട്ട് മാറാൻ എന്നെ യേശു വിളിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? യേശു എന്നെ വിളിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ഇത് വളരെ 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 പ്രധാനപ്പെട്ട. ഇത് നിങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുത്താൽ, അപ്പസ്തോലനായ പത്രോസ് പറയും, അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ നിങ്ങളിത് സന്തോഷത്തോടെ ഏറ്റെടുത്താൽ, ഞാൻ വായിക്കാം. അദ്ദേഹം പറയുകയാണ് 4-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടിരിക്കുക, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. റിസൾട്ട് എന്താണ്? ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു കഷ്ടപ്പാടുണ്ട്, നിങ്ങൾ വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണെന്ന് വെച്ചോ. നിങ്ങളിതിനെ ഇന്ന് വരെ കണ്ട ഒരു വിധത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ ശ്രമിക്കുകയാണ്. നിങ്ങളതിനെ കാണുകയാണ്, ദൈവമേ, അങ്ങ് എനിക്ക് ഈ കഷ്ടപ്പാട് തരുമ്പോൾ എനിക്ക് മാനക്കേടുണ്ടാവുന്നുണ്ട്, കടക്കാർ എൻ്റെ ജീവിതത്തെ ഒന്ന് ശല്യപ്പെടുത്തുന്നുണ്ട്, ഞാൻ പൈസ കൊടുക്കാനുള്ളവർ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ അതിൻ്റെ പേര് മാനക്കേട് അനുഭവിക്കുന്നുണ്ട്, ഞങ്ങൾ വലിയൊരു വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ ഞങ്ങളുടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തതുപോലെ ആയിട്ടുണ്ട്. ഇതിലൂടെ എല്ലാം കടന്നു പോകുന്ന സമയത്ത് ഈ കുടുംബം ഇങ്ങനെ കാണുകയാണ്, ഇങ്ങനെ ചിന്തിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ ഇത് സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി അങ്ങ് സഹിക്കുന്ന പീഡകൾക്ക് ഒരാശ്വാസമായും ഒരു പരിഹാരമായും ഞങ്ങളിത് ഏറ്റെടുക്കുകയാണ് എന്ന് ചിന്തിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്താൽ, ശ്രദ്ധിച്ചിരിക്കുക, ഈ കുടുംബത്തിൽ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടും. ആ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം സന്തോഷിക്കും. ഇപ്പം നിങ്ങൾക്ക് സങ്കടമാണ്, എന്നാൽ ഇത് നിങ്ങൾ യേശുവിനെ പ്രതി ഏറ്റെടുത്ത് കഴിയുമ്പോൾ, ഈ തകർച്ചയെ പ്രതി നിങ്ങൾ, ദൈവമേ, ഇതിലൂടെ കടന്നു പോകാൻ എന്നെ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു, എനിക്കിത് ശക്തി തരണം, നീ ഞാൻ മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കണം, എനിക്ക് ഒരു വഴി തുറന്നു തരണം. പക്ഷെ ഞാനിത് ഏറ്റെടുക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് പരാതിയൊന്നും പറയുന്നില്ല, ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് ആക്ഷേപമൊന്നുമില്ല, നീ എന്തിനു എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ദൈവമേ, ഞാനിത് ഏറ്റെടുക്കുകയാണ് കർത്താവേ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പതുക്കെ നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടും. മഹത്വം പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞുണ്ടല്ലോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ, ശരിക്കും പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാവും. 2 കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിരാശയും ദുഃഖവും ആകുലതയും എല്ലാം മാറിപ്പോവുകയും നിങ്ങൾ വളരെ സന്തോഷമുള്ളവരായി മാറുകയും നിങ്ങളുടെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. അതായത് ഈ ഇപ്പം നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം വേഗം പരിഹരിക്കപ്പെടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയ ഈ സഹനത്തെ വലിയൊരു കാര്യത്തിന് വേണ്ടി വലിയൊരു ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഒരു വലിയ രോഗത്തിലൂടെ കടന്നു പോവാണ്. ഈ രോഗത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഈ സഹനത്തെ നിങ്ങൾ പാഴാക്കി കളയാതെ വലിയൊരു ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചു. ഈ സഹനം എന്ന് പറയുന്ന ഈ നിക്ഷേപം, ആ ബാങ്ക് ഏതാണ്? യേശുവിൻ്റെ ശരീരത്തിലെ പീഡകളാകുന്ന ആ ബാങ്കിൽ കൊണ്ട് നിങ്ങൾ നിക്ഷേപിച്ചു. കർത്താവേ, ഇത് ഈശോയെ പ്രതി ഞങ്ങൾ ഏറ്റെടുത്ത് സന്തോഷത്തോടെ സഹിക്കുകയാണ്. എന്താ സംഭവിക്കാൻ പോണെന്നറിയാമോ? ഇത് നിങ്ങളുടെ പ്രശ്നം പെട്ടെന്ന് മാറും. കാരണം നിങ്ങൾ ഇതിനെ വലിയൊരു ബാങ്കിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് അതിനുള്ള ആശ്വാസം വേഗം വരും എന്ന് മാത്രമല്ല വളരെ ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങളുടെ സഹനം ആരംഭിച്ചപ്പോൾ ആയിരുന്ന നിങ്ങളല്ല ഈ സഹനത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴുള്ള നിങ്ങളാള് മാറും, നിങ്ങളുടെ റേഞ്ച് മാറും. നിങ്ങളാളും മാറും, നിങ്ങളുടെ റേഞ്ചും മാറും. അതായത് ഒരു സഹനത്തിന് മുമ്പുള്ള ആളല്ല, ഒരു സഹനം കഴിഞ്ഞുള്ള ആൾക്ക് വ്യത്യാസമുണ്ട്. ചെങ്കടലിന് മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽ അല്ല, ചെങ്കടലിന്റെ അക്കരെ കടന്ന ഇസ്രായേൽ. രണ്ടും രണ്ടാണ്. എന്തെന്നറിയാമോ? ചെങ്കടലിന് ഇക്കരെ നിൽക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ദൈവാനുഭവങ്ങളൊന്നുമില്ല. എന്നാൽ അവർ ചെങ്കടൽ എന്ന് പറയുന്ന ആ മഹത്തായ ദുരിതത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ
അവരതിൻ്റെ മുമ്പിൽ നിന്ന് കഷ്ടം അനുഭവിച്ചപ്പോൾ, ദൈവത്തെ വിളിച്ചപ്പോൾ, ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവം പറഞ്ഞ ആ ക്ലേശത്തിലൂടെ കടന്നുപോയപ്പോൾ, ചെങ്കടലിൽ അക്കരെ എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ ദൈവം ആരാണ്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി എന്താണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സഹനം വന്നാലും കടല് വെട്ടിമുറിച്ച് പോലും ഞങ്ങളെ അക്കരെ എത്തിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഈ അടിമക്കൂട്ടങ്ങളുടെ കണ്ണു തുറന്ന് അവർക്ക് മനസ്സിലായി. അത് മനസ്സിലാവാൻ അമ്മച്ചി ഒരു ചെങ്കടല് വേണ്ടി വന്നു. മഹത്വമാണത്. മഹത്വം എന്ന് പറഞ്ഞാൽ അറിയോ, ക്രിസ്ത്യാനിയുടെ നിലവാരം മാറുന്നത് അവർ കടന്നു പോകുന്ന സഹനങ്ങളുടെ തോതനുസരിച്ചിട്ടാണ്. ഒരു വിശ്വാസിയുടെ നിലവാരം മാറുന്നത് അവർ കടന്നു പോകുന്ന സഹനങ്ങളുടെ തോതനുസരിച്ചിട്ടാണ്. അതിര് വിസ്തൃതമാക്കാൻ പറഞ്ഞില്ലേ? ഈ അതിര് വിസ്തൃതമാവുന്നതേ ഈ സഹനങ്ങളുടെ കടല് കടക്കുമ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതാണ് ഈശോ പറഞ്ഞത്, ഇത് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, മറിച്ച് ഇവനിൽ ചില ദൈവപ്രവർത്തികൾ നടക്കാനുള്ളത് കൊണ്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത്. ഇത് നമ്മള് ഒരുപാട് മണിക്കൂറുകൾ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നാലേ നമുക്ക് ഈ രഹസ്യം മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ലോക മനുഷ്യരും ലോക മതങ്ങളും സഹനത്തെ കാണുന്ന പോലല്ല ഒരു ക്രിസ്ത്യാനി ബൈബിള് വായിക്കുന്ന ആൾ സഹനത്തെ കാണുന്നത്. വ്യത്യാസമുണ്ട്. ഈ സഹനം, അതുകൊണ്ടാണ് പറയുന്നത്, ദൈവമേ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അഭ്യസിച്ചു. പറയുന്നുണ്ട് നിയമാവർത്തന 6-ാം അധ്യായത്തിൽ, ദൈവം നിങ്ങളെ മരുഭൂമിയിലൂടെ വിശപ്പറിയാൻ വിട്ടത് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് മരുഭൂമിയിലൂടെ നിങ്ങളെ ദൈവം വിശപ്പറിയാൻ വിട്ടത്. ഒരു മഹത്വം പ്രകടമാകാൻ നമ്മുടെ ജീവിതത്തിൽ ഈ പരിഹാരം നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ നിർത്തുകയാണ്. അതായത് ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തിരി സമയം എടുത്തെന്ന് പ്രാർത്ഥിക്കാനുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ സഹനങ്ങൾക്കും ഞാൻ എളുപ്പത്തിലൊരു വഴി പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ സഹനങ്ങളെ മറികടക്കാൻ എളുപ്പത്തിലൊരു വഴിയുണ്ട്. എന്താണെന്നറിയാം? ഈ മഹത്വം നിങ്ങളിൽ വെളിപ്പെടാൻ ദൈവം തന്നിരിക്കുന്നു. ഈ സഹനം ദൈവം അറിയാതെ സംഭവിച്ചതല്ല. ബൈബിളിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച 3 വാക്കുകളാണ് സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. എന്ന് പറയാവോ? സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. എനിക്ക് സിറമലബാർ കുർബാന കേൾക്കുമ്പോഴും ചൊല്ലുമ്പോഴും ഒക്കെ വലിയ സന്തോഷമുള്ളൊരു സമയമാണ്. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. സർവാധിപൻ അല്ലേ? കുർബാനയിലുള്ളതാണത്. സർവാധിപൻ, സർവശക്തനായ പിതാവ്, വിശ്വാസ പ്രമാണം. സർവശക്തൻ, അത്യുന്നതൻ അല്ലേ? അത്യുന്നതനായ ദൈവം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന് സ്തുതിക്കുക. അത്യുന്നതൻ, സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. പറ. ഇങ്ങനെ പറയാനാണെ മേലാ പറയരുത് ഈ വാക്കുകൾ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ എന്താ നടത്തിയാമോ എന്ന് പറഞ്ഞാൽ, മൊസാദിൻ്റെ കണ്ണ് വെട്ടിച്ച് ഹമാസിന് ഇസ്രായേൽക്കാരുടെ മണ്ണിൽ കയറാൻ പറ്റുമായിരിക്കും. മൊസാദിൻ്റെ കണ്ണ് വെട്ടിച്ച് ഹമാസിന് ഇസ്രായേലിൽ പ്രവേശിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് സാത്താന് ജീവിതത്തിൽ, ആരുടെയും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം എന്തെങ്കിലും ഒരു സഹനം ജീവിതത്തിൽ അനുവദിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ കൺമുമ്പിൽ ദൈവം അറിഞ്ഞ്, ദൈവം പച്ചക്കൊടി കാണിച്ച്, ദൈവം പെർമിഷൻ കൊടുത്തത് കൊണ്ടാണ് അത് ജീവിതത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് എന്ത് സഹനം ആർക്ക് വന്നിട്ടുണ്ടെങ്കിലും, കുരിശിൽ തറച്ചിട്ടില്ലല്ലോ ആരെയും ഇതുവരെ, അത്രയും വന്നിട്ടില്ലല്ലോ. അതിന് താഴെയുള്ള സഹനങ്ങളൊക്കെ ഉള്ളു എല്ലാവർക്കും. കുരിശേലാരെയും തറച്ചിട്ടില്ലല്ലോ, അതിന് താഴെയുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ കുരിശെ തറച്ചതുൾപ്പെടെ സകലതും നടന്നത് ദൈവത്തിന്റെ കൺമുമ്പിലാണ്, ദൈവത്തിന്റെ നോട്ടത്തിന്റെ കീഴിലാണ്, ദൈവത്തിന്റെ അറിവോടുകൂടിയാണ്, ദൈവത്തിന്റെ അനുവാദത്തോടു കൂടിയാണ്. അതുകൊണ്ട് എന്ത് സകലമാവട്ടെ, സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, സംഭവിക്കത്തുമില്ല.
ഈ അങ്ങനെ ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിച്ചൊന്ന് ഇത് പിശാച് വന്ന് ഇങ്ങനെ ഇടക്കൂടെ കൊണ്ട് ഇട്ടിട്ട് പോയതൊന്നും അല്ലത്. അങ്ങനെ പറ്റില്ലത്. സാത്താൻ അതിനുള്ള ആംബിയർ ഇല്ല. മനസ്സിലാക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് തമ്പുരാൻ അറിഞ്ഞിട്ടാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ അപമാനത്തിലൂടെ കടന്നു പോകണം വന്നത് ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു. ദൈവം പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരവകാശവും ഇല്ല. നീ ഇപ്പം പീലാത്തോസേ നീ കസേലയിലിരിക്കുന്നു, ഞാൻ നിൽക്കുന്നു. യഥാർത്ഥത്തിൽ തിരിച്ചാൽ നടക്കണ്ടേ? ഞാൻ ഇരിക്കുകയും നീ മുട്ട നിൽക്കുക ചെയ്യേണ്ടത്. അത് നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ്. ഒരു ദിവസം ഞാൻ ഇരിക്കും, നീ എഴയും. നിനക്കതിപ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ ഇപ്പം ഞാൻ നിൽക്കുകയാണ്, ഇങ്ങനെ കയ്യ വിലങ്ങൊക്കെ ഇട്ട് നീ ഇരിക്കുകയാണ്. നീ ഇരിക്കുകയാണ്, വീഞ്ഞൊക്കെ കുടിച്ചോണ്ട് നീ ഇരിക്കുകയാണ്, ഞാൻ നിൽക്കുകയാണ്. നീ മനസ്സിലായിക്കോ, ഇത് നിൻ്റെ മിടുക്കൊണ്ടല്ല, മേളീന്ന് ഒരനുവാദം കിട്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ അറിഞ്ഞിട്ടാണടാ ഞാനിങ്ങനെ നാണം കെട്ട് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പോടാന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം, പോടാന്ന്. മനസ്സിലായോ? എൻ്റെ അപ്പൻ അറിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ നാണം കെട്ട് നിൽക്കുന്നത്. അല്ല നീ എന്താ വിചാരിച്ചത് നിൻ്റെ മിടുക്കൊണ്ട് നീ ഇരിക്കുകയും ഞാൻ നിൽക്കുകയും ചെയ്യുന്നതാണ്? അല്ല. ഇന്ന് ഞാൻ ഈ അപമാനത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ അറിഞ്ഞിട്ടാണിത്. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ എൻ്റെ അപ്പൻ അറിഞ്ഞിട്ടാണെങ്കിൽ അത് അപ്പനാണല്ലോ, ദോഷമായിട്ടൊന്നും അപ്പൻ ചെയ്യത്തില്ല. അപ്പനാണല്ലോ, ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പന് എന്നെ ഇതിനകത്തൂടെ കടത്തി വിടുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട്, ഒരു വെളിപ്പെടുത്തലുണ്ട്, ഒരു പ്ലാനുണ്ട്. അതിനകത്ത് ദൈവത്തിന് കൃത്യമായൊരു ലോജിക്കുണ്ട്. എനിക്കറിയാൻ പാടില്ല എന്തുകൊണ്ടാണ്. പുത്രൻ ചോദിച്ചിട്ട് പോലും അപ്പൻ അതിന് മറുപടി കൊടുത്തിട്ടില്ല. അപ്പാ നീ പോലും എന്നെ കൈവിട്ടോ എന്ന് മകൻ ചോദിച്ചിട്ട് പോലും മറുപടി കൊടുത്തിട്ടില്ല. പിന്നാണ് നമ്മൾ ചോദിച്ചാൽ, മകൻ ചോദിച്ചിട്ട് പോലും അപ്പാ എന്നെ കൈവിട്ടോ, സൈലൻസ്. എല്ലാം പറയുന്നുണ്ടോ? അഗ്രസീവ് സൈലൻസ് എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ ഈ വാക്കിനെ വിളി. അഗ്രസീവ് സൈലൻസ്, പ്രകോപനപരമായ മൗനം. കാരണം ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോഴെങ്കിലും മിണ്ടണ്ടേ, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അന്നേരം അപ്പൊ ഉത്തരവൊന്നുമില്ല. എന്തിനാണ് ഇപ്പൊ എന്നെ ഈ അപമാനത്തിലൂടെ കടത്തി വിട്ടത്? എന്തിനാണ് ഈ കഷ്ടപ്പാട് എനിക്ക് അനുവദിച്ചത്? എന്തിനാണ് എനിക്ക് ദുഃഖം തന്നത്? ഐ ഡോണ്ട് നോ. അറിഞ്ഞൂടാ. നോ ലോജിക്, നോ ആൻസർ, നോ റാഷണാലിറ്റി. പക്ഷെ അപ്പൻ അറിയാം. അതുകൊണ്ട് ദൈവം എനിക്കിത് മഹത്വത്തിനായിട്ട് അനുവദിച്ച് തന്നതാണ് എന്ന വിശ്വാസത്തോടെ ഇത് നമ്മൾ സ്വീകരിക്കുന്നു. സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്തത് വളരെ ശ്രദ്ധിക്കണം. അടുത്തത്, നമ്മളിത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോധപൂർവം നമ്മൾ ഈ സഹനത്തെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ യേശുവിൻ്റെ സഹനങ്ങളോട് അതിനെ ചേർത്തു വെക്കാൻ ഉപയോഗിക്കുന്ന, സഹായിക്കുന്ന തരത്തിലുള്ള ചില പ്രാർത്ഥനാ രീതികളിലേക്ക് കടക്കണം. യേശുവിൻ്റെ സഹനങ്ങളോട് അതിനെ ചേർത്ത് വെക്കാൻ സഹായിക്കുന്ന പ്രാർത്ഥനാ രീതികളിലേക്ക് കടക്കണം. ഒന്ന്, പരിശുദ്ധ കുർബാന. അതായത് സഹനങ്ങൾ എന്ത് ചെയ്യണം? യേശുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കണം. ചേർത്ത് വെക്കാൻ സഹായിക്കുന്ന പ്രാർത്ഥനാ രീതികളാണ് ഒന്ന് പരിശുദ്ധ കുർബാന. കുർബാനയിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇത് ദൈവം അനുവദിച്ച് എനിക്ക് തന്നിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരാൻ, പെട്ടെന്ന് മഹത്വം വെളിപ്പെടാൻ ഞാൻ പറയുകയാണ്. വേഗം ഈ പ്രശ്നം തീരാൻ, നീ ഇതിൽ നിന്ന് പുറത്തു വരാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് പെട്ടെന്ന് പോയി പരിശുദ്ധ കുർബാനയിൽ ഈ വേദന കൊണ്ടുപോയി കൊടുക്കണം. കുർബാന അർപ്പിച്ച് ഈ വേദന സമർപ്പിക്കണം. കുർബാന അർപ്പിച്ച് ഇത് പ്രാർത്ഥിക്കണം. അപ്പോൾ സാധിക്കുന്നിടത്തോളം ബലികളിൽ സംബന്ധിച്ച് ഈ സഹനം കാഴ്ചവെച്ച് കർത്താവിന് കൊടുത്തിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇത് 1, 2, 3 LKG ക്ലാസ്സിൽ പറയുന്ന പോലെ ഞാൻ പറയുകയാണ്. ഈ ഓരോ പ്രയാസത്തെയും കുർബാനയിൽ എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത്, നിങ്ങൾ സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി ചൊല്ലി യേശുവിൻ്റെ സഹനങ്ങളോട് അതിനെ ചേർത്ത് വെക്കണം. കുരിശിൻ്റെ വഴി ചൊല്ലണം. യേശുവിൻ്റെ സഹനങ്ങളോട് അതിനെ ചേർത്ത് വെക്കണം. മൂന്നാമതായിട്ട് യേശുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കാൻ സഹായിക്കുന്ന മനോഹരമായ മറ്റൊരു പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല ചൊല്ലി ഈ സഹനങ്ങളെ യേശുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കണം. നാലാമതായിട്ട് പരിഹാരത്തിൻ്റെ ചില ജീവിത രീതികളുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഉപവാസം, പിന്നെന്താണ്? ദാനധർമ്മം, പ്രായശ്ചിത്ത പ്രവൃത്തികൾ,
മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കല്, കൈവിരിച്ച് പ്രാർത്ഥിക്കുക, പരിഹാരം ഏറ്റെടുക്കുക, അല്പം വേദന സഹിച്ച് പ്രാർത്ഥിക്കുക, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, പാവപ്പെട്ടവരെ സഹായിക്കുക, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെക്കാൻ സഹായിക്കുന്ന പ്രായശ്ചിത്ത പ്രവൃത്തികളിലേക്ക് കടക്കുക. ഞാൻ വളരെ 100 അല്ല 101 തവണ ബോധ്യത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങൾ പരിശുദ്ധ കുർബാനയിലും കുരിശിൻ്റെ വഴിയിലും കരുണയുടെ ജപമാലയിലും പരിഹാര പ്രവൃത്തികളിലും നിങ്ങളുടെ സഹനങ്ങളെ ചേർത്ത് വെച്ചാൽ 6 മാസം കൊണ്ട് തീരേണ്ട സഹനം 6 ദിവസം കൊണ്ട് തീരും. ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാവാൻ നമ്മൾ അതിലേക്ക് തിരിഞ്ഞാൽ പെട്ടെന്ന് സഹനത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അതുകൊണ്ട് ഇത് മറന്നു പോകരുത്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് ദൈവം സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഏറ്റെടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം അറിയാം, പറ്റുന്നിടത്തോളം കുരിശിൻ്റെ വഴികൾ ചൊല്ലണം. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും ചുമ്മാ പോയി കുരിശിൻ്റെ വഴി ചൊല്ലണം. ചെറുതും വലുതുമായ സഹനങ്ങളെല്ലാം കുരിശിൻ്റെ വഴിയിലും കുർബാനയിലും കരണക്കൊന്തയിലും ചേർത്ത് വെച്ചിട്ട് പരിഹാര പ്രവൃത്തികൾ ഏറ്റെടുത്ത് കഷ്ടപ്പാടുകൾ സഹിക്കണം. കഷ്ടപ്പാടുകൾ സഹിക്കണം. മനസ്സിലായോ? എല്ലാ ദിവസവും കട്ടിലേ കിടന്നുറങ്ങുമ്പോൾ 2 ദിവസം നിലത്ത് കിടന്നുറങ്ങണം. മനസ്സിലായല്ലോ? എല്ലാ ദിവസവും ഇങ്ങനെ തിന്ന് ഉറങ്ങുമ്പോഴും, എനിക്ക് പരിചയമുള്ള ഒരുത്തനുണ്ട്, എപ്പോഴും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഉറങ്ങുമ്പോൾ ആളുകൾ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റ് ഉറങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒടിച്ചെടുത്താണ് അവനെ ഉറങ്ങാൻ വിടുന്നത്. കാരണം തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയി, ബിസ്ക്കറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഒടിച്ച് എടുത്തിട്ടാണ്. കാരണം വല്ല പാറ്റയും വന്ന് കയറാതിരിക്കാൻ വേണ്ടി ഒടിച്ച് കളഞ്ഞിട്ടാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തിന്നുകൊണ്ടിരിക്കുന്നവർ 2 ദിവസം തിന്നാതിരിക്കണം. ചിക്കൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ 6 ദിവസത്തേക്ക് ചിക്കൻ, കോഴിക്കടയുടെ സൈഡിൽ കിട പോലും ചെയ്യരുത്. കോഴികൾക്കെങ്കിലും നിങ്ങളോടൊരു ബഹുമാനം ഉണ്ടാവും. മനസ്സിലായില്ലേ? എത്രയോ കോഴികൾ വയറ്റിൽ കിടന്ന് നിലവിളിക്കുകയും കരയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, കുറച്ച് കഷ്ടപ്പാടുകൾ സഹിക്കണം. വേണ്ടേ? അല്ലാതെ തന്നെ വീട്ടിൽ ചിലപ്പോൾ കഷ്ടപ്പാടുണ്ടാവും അല്ലേ? ഒരു ചിക്കനും മാറ്റി വെക്കണ്ട, ഒരു ബീഫും മാറ്റി വെക്കണ്ട, മീനൊന്നും മാറ്റി വെക്കണ്ട. അല്ലാതെ തന്നെ കെട്ടിയവൻ്റെ പുളിച്ച തെറിയും ഇടിയും അതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അമ്മച്ചി 2 ചിക്കനൊക്കെ തിന്നോ, സാരമില്ല. വേറെ മറ്റേതുണ്ടല്ലോ അവിടെ, അത് സന്തോഷത്തോടെ ഓരോ ഇടിയും വാങ്ങിക്കുമ്പോൾ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞങ്ങ് വാങ്ങിച്ചാൽ മതി. മനസ്സിലായി? കാലയെ പിടിച്ച് തിരിച്ചു വാരി അടിക്കുകയും ചെയ്യരുത്. ഉള്ളത് സന്തോഷത്തോടെ വാങ്ങിച്ച് ഹല്ലേലൂയൊക്കെ പറഞ്ഞ്. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല, 2 ഇടിയെ കൂടും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പരിഹാരം ചെയ്യണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സഹനത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വരാൻ പറ്റും കേട്ടോ. ആ ജീവനാന്ത സഹനമൊന്നും ആർക്കും ദൈവം വെച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന കുറച്ച് ആത്മാക്കൾക്ക് മാത്രമുള്ളതാണ്. ബാക്കിയൊക്കെ കഷ്ടപ്പാടുകൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ദൈവം അല്പകാലത്തെ സഹനത്തിന് ശേഷം ദൈവം അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തിയിട്ട് പുറത്ത് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി തരും. പ്രയാസപ്പെടുകയൊന്നും വേണ്ട, സന്തോഷമായിട്ട് ജീവിക്കാം. പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടൊക്കെ നടക്കണം. കോട്ടയത്തൊക്കെ വെച്ച് വഴി വെച്ചൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വരിഞ്ഞു കിട്ടി പോവരുത്. ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ജീവിക്കാൻ തോന്നണം കേട്ടോ അമ്മച്ചി. മനസ്സിലായോ? അതായത് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഒന്ന് നോക്കണം എൻ്റെ ലുക്ക് എങ്ങനെയാണ്, എന്നിട്ട് ചിരിച്ച് പഠിക്കണം. എന്താണ്? ചിരിച്ച് പഠിക്കണം. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആരോടെങ്കിലും പറയണം, നിങ്ങൾ ശ്രദ്ധിക്കാത്ത സമയത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറയണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓവർ ആക്ഷനൊക്കെ ഇട്ട് കളയും. അപ്പോൾ ശ്രദ്ധിക്കാത്ത സമയത്ത് നിങ്ങൾ വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ പിള്ളേരോടൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫോട്ടോ ഒരു അഞ്ചാറ് സ്നാപ്പ് എടുത്ത് തരാൻ പറയണം. അന്നേരമാണ് ശരിക്കുള്ള നമ്മളെ അയ്യേ അങ്ങനെയാണ് നിങ്ങൾ ശരിക്കും അങ്ങനെയാണ് അയ്യേ എന്ന് പറയണ്ട. അങ്ങനെയാണ് എന്താണെന്നറിയാം, ഒരു ചിരിക്കത്തും ഇല്ല, ഒരു പ്രസാദവും ഇല്ല, എപ്പോൾ കണ്ടാലും വേണ്ട, അതും വേണ്ട. അപ്പോൾ അങ്ങനെയാണ്. പ്രസാദത്തോടെ ജീവിക്കണം. കഷ്ടപ്പാടുണ്ട്, എല്ലാവർക്കും ഉണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ മനുഷ്യരുടെ മുമ്പിൽ എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷത്തോടെ നടക്കണം, സന്തോഷം പറയണം, സന്തോഷത്തോടെ സംസാരിക്കണം. അല്ലാതെ എപ്പോഴും വരിഞ്ഞു കിട്ടിയ മുഖമായിട്ട് നടക്കരുത്. സന്തോഷത്തോടെ ചിരിച്ചും പ്രസാദത്തോടെയും കുറച്ച് സമയമുള്ളൂ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട്. അത് നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. പ്രയാസമൊക്കെ ഉണ്ട് എല്ലാവരും. നമ്മൾ കഷ്ടപ്പാടിന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ പിന്നെ നിങ്ങളിങ്ങനെ വിചാരിച്ചേ, നിങ്ങൾ ജീവന് തുല്യം സ്നേഹിച്ച ഒരാൾ
കഷ്ടപ്പാടൊക്കെ വന്നപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് സഹായിക്കുകയും എല്ലാം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് എല്ലാം ചെയ്ത ഒരാൾ നിങ്ങളുടെ വീടിൻ്റെ ആധാരം ഉൾപ്പെടെ സകലതും കൊണ്ടുപോയി നിങ്ങളെ പറ്റിച്ചെന്ന് വിചാരിച്ചു, വഞ്ചിച്ചു. എന്നിട്ട് നിങ്ങൾക്കെതിരെ കേസും കൊടുത്ത് നിങ്ങളെ അറസ്റ്റും ചെയ്ത് അങ്ങനെ നിങ്ങൾ നാണം കെട്ട് കോടതിയും കേസും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും തകർക്കപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ളൊരു വികാരം എന്തെന്നറിയോ? പണ്ട് ഖുഷ്വന്ത് സിംഗിൻ്റെ ഒരു പങ്ക്തി ദീപിക പത്രത്തിനുണ്ടായിരുന്നു. അതിൻ്റെ തലക്കെട്ട് എല്ലാവരോടും പകയോടെ എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ തലക്കെട്ട്? എല്ലാവരോടും പകയോടെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വഞ്ചിക്കപ്പെട്ട ആളുകൾക്ക് എല്ലാവരോടും പിന്നെ പകയായിരിക്കും, ശരിയല്ലേ? അതായത് എല്ലാവരോടും പിന്നെ ആരോടും മിണ്ടാനൊന്നും ഒരു ഇഷ്ടവും കാണില്ല. ആരെ കണ്ടാലും പിന്നെ ഒരു വിശ്വാസം, ഇതെല്ലാം ചതിയന്മാരാണെന്നാണ് തോന്നുന്നത്, ശരിയല്ലേ ഞാൻ പറയുന്നത്? ഒറ്റിക്കൊടുക്കപ്പെട്ടും ചതിക്കപ്പെട്ടും വഞ്ചിക്കപ്പെട്ടും ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നല്ലതൊന്നും ആർക്കും കൊടുക്കാൻ നമുക്ക് തോന്നില്ല, ശരിയല്ലേ? പക്ഷെ നിങ്ങൾക്കറിയാമോ, നമ്മൾ നാവ് നീട്ടി സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഈശോയുടെ ഗിഫ്റ്റ് ഈശോ നമുക്ക് തന്നത് അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിലാണ്. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിലാണ്. ലോകത്താരോടും ഒരക്ഷരം പോലും മിണ്ടാൻ ആരും ആഗ്രഹിക്കാത്തൊരു രാത്രിയിലാണ് അവൻ്റെ ജീവൻ പറിച്ച് യേശു നമുക്ക് തന്നത്. അതെന്തിനാണെന്നറിയാമോ? നമുക്ക് പ്രയാസം ഉണ്ടാവാം, നമുക്ക് വേദനകളുണ്ടാവാം, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ നല്ല സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകാം. പക്ഷെ നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, കേട്ടോ? സന്തോഷത്തോടെ ഇരിക്കണം, സമാധാനത്തോടെ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.